ആർക്കെ സർ, മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാറേ. ഗുഡ് മോർണിംഗ് സാറേ. അപ്പൊ അതുൽ എത്തിയിട്ടുണ്ടോ സാറേ? അതുലിനെ വിളിച്ചതാ ഞാനിപ്പോ ജോയിൻ ചെയ്യാൻ നിൽക്കുകയാണ്. ഓക്കെ. ഹലോ, ഹായ്. ഗുഡ് മോർണിംഗ് അതുൽ. ഗുഡ് മോർണിംഗ്. ജസ്റ്റ് സെക്കൻഡ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാമല്ലോ സർ? തുടങ്ങാം. ഓക്കെ അതുൽ. ആർക്കെ സർ 58 സ്റ്റുഡൻസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അത് കുഴപ്പമില്ല. സ്റ്റാർട്ട് ചെയ്തോ സാറേ. നെറ്റ്വർക്കിന്റെ ഒക്കെ ഇഷ്യൂസ് കാണും. അതുൽ, ഗുഡ് മോർണിംഗ്. അതുൽ, ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. സുഖമാണോ? സുഖം. ഓക്കെ, ബാംഗ്ലൂർ ആണല്ലേ ഇപ്പൊ? അല്ല, ഇപ്പൊ നാട്ടിലുണ്ട്. ഓക്കെ, സന്തോഷ് സാറേ, തുടങ്ങാം. ഓക്കെ സർ, അപ്പൊ തുടങ്ങാം. ഗുഡ് മോർണിംഗ് ഓൾ. അപ്പൊ നമ്മുടെ വെബിനാർ സെഷന്റെ സീരീസ് ആയിട്ടുള്ള അടുത്ത ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പൊ നമ്മള് ഇന്നത്തെ പ്രോഗ്രാമിൽ നമ്മുടെ ഗസ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ അലുമിനി സ്റ്റുഡന്റ് ആണ് അതുൽ ഐജു. നിങ്ങളുടെയൊക്കെ സീനിയർ ആണ്, തൊട്ട് മുമ്പത്തെ ബാച്ച് ആണ്. ഇപ്പൊ പഠിക്കുന്ന സമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളിലും വളരെ എന്താ പറയാ, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും വളരെ ചിട്ടയും അതുപോലെ തന്നെ കുറച്ചും ഈഗർനെസ്സോട് കൂടിയിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരു സ്റ്റുഡന്റും കൂടി ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അടുത്തൊരു ഹൈ ലെവൽ, അതായത് ഒരു ഓൺട്രപ്രണർ എന്ന് പറഞ്ഞ ലെവലിലേക്ക് അദ്ദേഹം മാറിയിരിക്കുകയാണ്. പഠിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു രീതിയിൽ അത്തരം ഒരുപാട് ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഓൺട്രപ്രണർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലൂടെയും അതുപോലെ തന്നെ പഠന രീതിയിലുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി കൂടുതൽ ഫോക്കസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കാഴ്ചപ്പാടും അതുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ സെഷനിൽ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് കീ സ്പീക്കർ ആയിട്ട് എത്തിയിട്ടുള്ളത് മിസ്റ്റർ അതുൽ ഐജു ആണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് 2 സ്ഥാപനങ്ങളുണ്ട്. അതിലിപ്പോ ഓൾപോർട്ട് എന്ന് പറയുന്ന ഓൾപോർട്ട് സ്റ്റുഡിയോസ് എന്ന് പറയുന്ന ബാംഗ്ലൂർ ബേസിക് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. നമ്മുടെ വെബ് ഡിസൈൻസ്, വെബ് ഡെവലപ്മെന്റ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു IT കമ്പനിയാണ്. അദ്ദേഹത്തിന്റെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ കീഴിൽ തന്നെ നമ്മുടെ അവിടെ നിന്നുള്ള പല സ്റ്റുഡൻസും വർക്ക് ചെയ്യുന്നുണ്ട്. എങ്കിലും ഇനിയിപ്പോ കൂടുതൽ കാര്യങ്ങൾ വിശദമായിട്ട് അതുൽ ഐജു തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോ once again I welcome Mr. Atul Iju to present his webinar on the topic of instant web designs platform. Okay, Atul. Thank you sir. Hi, പറഞ്ഞത് ഞാൻ അതുൽ. ബാംഗ്ലൂർ ഓൾപോർട്ട് ഡിസൈൻ LLP എന്നൊരു കമ്പനി റൺ ചെയ്യുന്നുണ്ട്. ഒറ്റയ്ക്കല്ല, എനിക്ക് 2 പാർട്ണേഴ്സും കൂടെ ഉണ്ട്, ഗോവിന്ദും അദ്വൈറ്റും. ഞങ്ങളെല്ലാവരും YMBC ഒരു ക്ലാസ് ഒന്നിച്ച് പഠിച്ചതാണ്. അത് കൂടാണ്ടുള്ളതെന്ന് പറയുമ്പോൾ ഞാൻ ഒരു ജോയ്സ് കമ്പനിയുടെ ബിസിനസ് മാനേജറാണ്. അതുപോലെ കുറച്ച് സ്ഥലത്ത് കൺസൾട്ടന്റ് ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. സോ ബേസിക്കലി ഇപ്പോൾ ചെയ്യുന്ന ഡിസൈൻ, മൊബൈൽ ആപ്സ് അതുപോലത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ബേസിക്കലി ഇൻട്രോ അത്രയേ ഉള്ളൂ. നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലാസ് ആയിട്ട്. Atul, we have some problem in your network connection. സ്ലോ ആണെന്ന് തോന്നുന്നു. കാരണം അതുൽ ഐജുസ് ബാൻഡ്വിഡ്ത്ത് നെറ്റ്വർക്ക് ബാൻഡ്വിഡ്ത്ത് സ്ലോ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. മീൻ ടൈം നമ്മുടെ കീ സ്പീക്കർ പറഞ്ഞിട്ട് മുമ്പ് ഒരു കാര്യം കൂടി പറയാം നമ്മുടെ പാർട്ടിസിപ്പൻസിന് വേണ്ടിയിട്ടാണ്. ശരിക്കും അതുൽ ഐജു പഠിച്ചു കഴിഞ്ഞിട്ട് ഉടൻ തന്നെ ഒരു സ്ഥാപനം തുടങ്ങിയ ഒരു സെറ്റപ്പ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു സ്റ്റാർട്ടപ്പിലേക്ക് അദ്ദേഹം എത്തിയത്, അതിന്റെ പ്രൊസീജിയർ എന്താണ്, ഇപ്പോ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ സ്ഥാപനത്തിന് എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഡ്രീംസിനെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്ത് വളരെ ഫോക്കസ്ഡ് ആയിട്ട് കൊണ്ടുവരാനുള്ള കാര്യത്തിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു സെഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കാം, അദ്ദേഹത്തിനോട് ചോദിക്കാം. ആളുടെ എക്സ്പീരിയൻസ് നമ്മളോട് ഷെയർ ചെയ്യെങ്കിൽ പോലും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആണ്. ഓക്കെ, ഫുൾ ടൈം അതുൽ തന്നെ പ്രസന്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് മീൻ ടൈം അല്ലെങ്കിൽ ഞാൻ ഒരു സ്ലോട്ട് തരാം, ആ സ്ലോട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുക കേട്ടോ. ഓക്കെ അതുൽ, സ്റ്റിൽ അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, നോ പ്രോബ്ലം, പ്രസന്റ് ചെയ്തു, നോ പ്രോബ്ലം. ഓക്കെ, കോളേജിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ വേറെ കുറച്ച് കമ്പനീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് വർക്ക് ചെയ്ത് തിഡിഫ് ടെക്നോളജീസ് എന്നുള്ള കമ്പനിയിൽ UI ഡെവലപ്പർ ആയിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. സോ അവിടെ വെച്ചാണ് ഞാൻ ബേസിക്കലി ഷോപ്പിഫൈ അതുപോലുള്ള പ്ലാറ്റ്ഫോംസ് കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതുള്ള ഇൻസ്റ്റന്റ് വെബ് ഡിസൈൻ പ്ലാറ്റ്ഫോംസ് എല്ലാം വർക്ക് ചെയ്തിട്ടുള്ളത്. ഷോപ്പിഫൈ, WooCommerce, ജൂംല ഇതുപോലുള്ള. അപ്പൊ നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഇതുപോലുള്ള ഇൻസ്റ്റന്റ് വെബ് ഡിസൈൻ പ്ലാറ്റ്ഫോംസ് ആണ്. നമ്മുടെ ഷോപ്പിഫൈ, വേർഡ്പ്രസ്, പിന്നെ WooCommerce, മെയിനായിട്ട് ഈ 3 എണ്ണം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നതിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ
ചോദിക്കാം? അതിൽ എന്റെ സൈഡിൽ നിന്ന് ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് ഒരുപാട് പേര് നമ്മുടെ ഈ ഗ്രൂപ്പിലുണ്ട്. ഫൈനൽ ഇയർ ആണ്. അപ്പൊ ഇനിയിപ്പോ ഒരു സെമസ്റ്റർ കൂടി കഴിഞ്ഞു വെച്ചെങ്കിൽ അവരുടെ കോഴ്സ് കഴിയായി. അപ്പൊ പലർക്കും ഒരു ഓൺ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ഒരു ഡ്രീമോട് കൂടി നടക്കുന്ന കുട്ടികളുണ്ട് ഇതിനകത്ത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഡ്യൂ ടു പാൻഡമിക് സിറ്റുവേഷൻ എല്ലാം നമ്മൾ പോയി ഒരു ലൈവായിട്ടുള്ള ഒരു വർക്ക് ഷെഡ്യൂൾ അല്ല, എല്ലാം ഓൺലൈൻ ആയിട്ടുള്ള ഒരു വർക്ക് ഷെഡ്യൂൾ ആയിരിക്കും. അപ്പോ അതുലിന്റെ പോയിന്റ് ഓഫ് വ്യൂവിന് ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ കാരണം, അല്ലെങ്കിൽ അതിനുവേണ്ടി അതുൽ ഫേസ് ചെയ്ത പ്രോബ്ലംസ്, എങ്ങനെയൊക്കെയാണ് അത് സക്സസ്ഫുൾ ആയിട്ട് അത് ആ ഡ്രീമിന് അച്ചീവ് ചെയ്ത് എന്നുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് ഒരു ഓവർവ്യൂ തന്നിട്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് പോകായിരിക്കും. അതായിരിക്കും ബേസിക് ആയിട്ട് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത്. അപ്പൊ അതിനെ കുറിച്ച് ഒരു ഓവർവ്യൂ, അതിന്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ്, ആ ഒരു കരിയറിലേക്ക്, ആ ഒരു പാത്തിന്റെ ഒരു ഡെസ്റ്റിനിയിലേക്ക് എത്താൻ എന്തൊക്കെയായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് ഷെയർ ചെയ്യാൻ വെച്ചാൽ വളരെ ഹെൽപ്ഫുൾ ആയി. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ട് കമ്പനീസിൽ വന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ കോണ്ടാക്ട്സ് കുറച്ച് ബിൽഡ് ചെയ്തു. എന്നിട്ട് ഇങ്ങനെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെ ഉണ്ടാവും ജസ്റ്റ് ഒന്ന് റിസർച്ച് നടത്തി. എന്ന് വെച്ചാൽ ക്ലയൻസ് എങ്ങനെയൊക്കെയുള്ള ക്ലയൻസ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്, നമ്മുടെ അവരുടെ റേഞ്ച് നമ്മളൊന്ന് അളന്നു. ജസ്റ്റ് കുറച്ചുപേരെ പോയി നേരിട്ടൊന്ന് കണ്ട് സംസാരിച്ചു. ഇതുപോലെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്താൽ എനിക്ക് വർക്ക് തരാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഞാൻ ഇത്രയും കാലം ഒരു 6 മാസത്തോളം ആ തിരുത്തിൽ നിന്നിട്ട് കോണ്ടാക്ട്സ് ബിൽഡ് ചെയ്ത് അവിടത്തുള്ള കോണ്ടാക്ട്സിനെല്ലാം നേരിട്ട് പോയി കണ്ട് സംസാരിച്ച് ഇതുപോലൊരു കമ്പനിയുണ്ട്, നമ്മൾ വെബ് ഡിസൈനാണ്, ഇവർ ചെയ്യുന്നേക്കാളും നല്ലൊരു റേറ്റ് നമുക്ക് ചെയ്തു തരാൻ പറ്റും. അതുപോലെയൊക്കെ പറഞ്ഞൊരു ബ്രീഫ് ഇൻട്രോ, കമ്പനിയോട് ബ്രീഫ് ഇൻട്രോ കൊടുത്തിട്ട് കമ്പനി ഒരു LLP ആയിട്ട് തന്നെ രജിസ്റ്റർ ചെയ്തു. കാരണം എല്ലാവർക്കും ആദ്യം തന്നെ ഒരു ട്രസ്റ്റിന് പ്രശ്നം ഉണ്ടായിരുന്നത്, ഇത് ഞാൻ നാളെ കമ്പനി പൂട്ടി പോവോ അങ്ങനെയുള്ള ഒരു പ്രശ്നം ആൾക്കാർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് രജിസ്റ്റേർഡ് കമ്പനി എപ്പോഴും നല്ലതാന്ന് പറയുന്നത്. കാരണം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും LLP ആണെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഓഡിറ്റ് റിപ്പോർട്ടും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്താൽ നമുക്ക് ഈ കമ്പനി ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർക്ക് ഒരു രജിസ്റ്റേർഡ് കമ്പനീനെ ആൾക്കാർക്കൊരു ട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് കമ്പനി പോയി സ്ട്രൈറ്റ് തന്നെ രജിസ്റ്റർ ചെയ്തത് സ്റ്റാർട്ടപ്പിന് പകരം. ഓക്കെ അതുൽ, നമ്മുടെ സ്റ്റുഡൻസിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അപ്പൊ പുള്ളിയുടെ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പോകേണ്ട മുമ്പ്, ഇൻസ്റ്റന്റ് വെബ് ഡിസൈൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലേക്ക് പോകേണ്ട മുമ്പ് നമ്മുടെ സ്റ്റുഡൻസിന് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ വെച്ചെങ്കിൽ ചോദിക്കാം. കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാന്ന് ചോദിച്ചിട്ടാ. ഓക്കെ അതുൽ, അപ്പൊ യു ക്യാൻ സ്റ്റാർട്ട് നോ. ഓക്കെ, സ്ക്രീൻ ഷെയറിംഗ് ഡിസേബിൾ ചെയ്തിരിക്കണോ? ഹലോ, അതിൽ പ്രിവിലേജ് തന്നിട്ടുണ്ടല്ലോ ഞാൻ. പോസ്റ്റ് ഡിസേബിൾ പാർട്ടിസിപ്പന്റ് സ്ക്രീൻ ഷെയറിംഗ് പറഞ്ഞു വരുന്നത്. ഒരു മിനിറ്റ്. ഇപ്പൊ നോക്കി. ഓക്കെ അതുൽ. ഓക്കെ, ഇപ്പൊ ശരി. ഓക്കെ, ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഒരു ഡൊമൈൻ ക്രിയേറ്റ് ചെയ്ത് ഒരു സബ് ഡൊമൈൻ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ അകത്ത് വർക്ക് ചെയ്ത് എങ്ങനെ കാണിച്ചു തരാം. ഇപ്പൊ ഇത് എൻ്റെ ഒരു ഹോസ്റ്റിംഗ് അക്കൗണ്ടിലെ ഒരു ഡാഷ്ബോർഡ് ആണ്. ഇതിന്റെ അകത്ത് ഓൾമോസ്റ്റ് എല്ലാ ഹോസ്റ്റിംഗ് അക്കൗണ്ട്സിനും ഡാഷ്ബോർഡ് ഏകദേശം ഇതുപോലെ തന്നെയായിരിക്കും ഇരിക്കുന്നത്. ഇതിന്റെ അകത്ത് ഒരു സബ് ഡൊമൈൻ ചൂസ് ചെയ്തിട്ട്, ഇപ്പോൾ ഓൾപോർട്ട് ഇന്ത്യയുടെ മെയിൻ ഡൊമൈൻ ആണ് ഈ കാണുന്നത്. ഞാൻ ഇതിന്റെ അകത്തൊരു സബ് ഡൊമൈൻ എക്സ്ട്രാ ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു പുതിയ സബ് ഡൊമൈൻ class.allportindia.com ഇങ്ങനെ ഒരു ഡൊമൈൻ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. സബ് ഡൊമൈൻ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഇതിന്റെ ഡയറക്റ്റ് വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ വെബ്സൈറ്റിൽ ഓട്ടോ ഇൻസ്റ്റാളർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളത് ചൂസ് ചെയ്തിട്ട് ഇപ്പോൾ വേർഡ്പ്രസ് ഉണ്ട്, വേർഡ്പ്രസ് വിത്ത് WooCommerce ഉണ്ട്, ജൂംല ഉണ്ട്, അതും കൂടാണ്ട് അതർ പ്ലാറ്റ്ഫോംസ്. നമ്മളിപ്പോൾ അതിനകത്ത് നോക്കിയാൽ ഇഷ്ടം പോലെ പ്ലാറ്റ്ഫോംസ് വേറെ ഏതൊക്കെ പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് ഇങ്ങനെ കാണാൻ പറ്റും.
ഇപ്പോൾ ഒമേഗ PHP ലിസ്റ്റ്. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന വേർഡ്പ്രസ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് വേർഡ്പ്രസ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഡൊമൈൻ ഏതാന്ന് ഇവിടെ ചൂസ് ചെയ്യും. ഇപ്പോൾ testclass.outputindia.com നമ്മൾ ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് ചൂസ് ചെയ്തിട്ട് ഒരു യൂസർ നെയിമും ഒരു പാസ്വേഡും സെറ്റ് ചെയ്യുക. ഒരു വെബ്സൈറ്റ് ടൈറ്റിലും കൊടുത്തു. ഇപ്പോൾ എക്സിസ്റ്റിംഗ് ഡാറ്റാബേസ് ഇത്രയും കിടപ്പുണ്ട്. അതല്ലാണ്ട് ഞാൻ ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പുതിയ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ഈ ചെയ്യുന്ന ബാക്ക് എൻഡ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഡാറ്റാബേസിന്റെ ആവശ്യമുള്ളത്. ഇപ്പോൾ ഈ ഫോംസും അതുള്ള കാര്യങ്ങളൊക്കെ ഫില്ല് മേടിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യാനും ഈ വേർഡ് പ്രസിന്റെ ഡാറ്റാബേസ് എല്ലാം സ്റ്റോർ ചെയ്യാനുമാണ് നമ്മൾ ഈ ഡാറ്റാബേസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ അതിന്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്കിനി വേണ്ടത് testclass.allportindia.com ഹലോ വേൾഡ് എന്ന് പറഞ്ഞൊരു ബേസിക് പേജ് ആയിരിക്കും ആദ്യം നമുക്ക് വരുന്നത്. നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ വേർഡ്പ്രസ് അഡ്മിൻ wp-admin സ്ലാഷ് ഇട്ട് ഏത് വേർഡ്പ്രസ് ആയിട്ടാണെങ്കിലും നമ്മൾ സ്ലാഷ് ഇട്ട് wp-admin എന്ന് കൊടുക്കുമ്പോൾ സ്ട്രൈറ്റ് നമുക്ക് വേർഡ്പ്രസ് ലോഗിൻ പേജ് ഇട്ട് പോകും. നമുക്കിവിടെ വേണ്ട ഞാൻ അവിടെ കൊടുത്ത യൂസർ നെയിമും പാസ്വേഡും പഠിച്ച് ലോഗിൻ ചെയ്തു. നമുക്ക് കിട്ടിയ ഇതാണ് നമ്മുടെ വേർഡ്പ്രസിന്റെ ഡാഷ്ബോർഡ്. ഇപ്പോ ഡെഫോൾട്ട് ആയിട്ട് ഒരു സാമ്പിൾ പേജും ഒരു പ്രൈവസി പോളിസി പേജ് ആയിരിക്കും ഇതിൻ്റെ അകത്തുള്ളത്. ഇപ്പൊ നമുക്കൊന്നുമില്ല ഫുള്ളായിട്ട് ഫ്രം സ്ക്രാച്ച് നമുക്കൊരു സൈറ്റ് ബിൽഡ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ ഒരു തീം എടുത്തിട്ട് പുതിയൊരു തീം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ആ തീമിൽ നമുക്ക് ബാക്കി ബിൽഡ് ചെയ്യാം. ഇപ്പൊ എക്സാമ്പിൾ പറയുമ്പോൾ ഓക്കെ, ഞാൻ ഇപ്പോൾ ഈ ക്യാൻഡസ് എന്നുള്ള ഇതാ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് എടുത്തിട്ട് ഇൻസ്റ്റാൾ കൊടുത്തു. ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് ഈ തീം നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുവാണ്. ജസ്റ്റ് ആക്ടിവേറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യാൻഡസ് തീം നമ്മൾ ആക്ടിവേറ്റ് ചെയ്തു. ഇനി വേണ്ടത് അതിന്റെ ടെംപ്ലേറ്റ്, ഇപ്പോൾ കണ്ട ടെംപ്ലേറ്റ് നമ്മൾ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് അതിന് ഇൻസ്റ്റാൾ ക്യാൻഡസ് സ്റ്റാർട്ടഡ് ടെംപ്ലേറ്റ്സ് ഉള്ള ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവരുടെ തീം ഇമ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടർ അവർ ഇതിൻ്റെ അകത്തേക്ക് ആക്ടിവേറ്റ് ചെയ്യും. ഇനി നമുക്ക് ഏത് ബിൽഡർ ചൂസ് ചെയ്യുന്നത്? നമുക്ക് വേർഡ്പ്രസ് എന്ന് പറയുമ്പോൾ ഒറ്റ പ്ലാറ്റ്ഫോം അല്ല, നമുക്ക് അതിനകത്ത് ഇഷ്ടം പോലെ ബിൽഡേഴ്സ് ഉണ്ട്. ഇപ്പൊ ഗൂട്ടൻബർഗ് ഉണ്ട്, എലമെന്റോർ ഉണ്ട്, അതുപോലെ ഇഷ്ടം പോലെ ബിൽഡേഴ്സ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്ന എലമെന്റോർ ആണ്. ഗൂട്ടൻബർഗിനേക്കാളും കുറച്ചുകൂടെ UI നല്ലത് എലമെന്റോറിന്റെ ആയതുകൊണ്ട് ഞാനിപ്പോ എലമെന്റോർ ചൂസ് ചെയ്യുന്നത്. ഈ പേജാണ് ഞാൻ ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് കളർ പാനൽ അയക്കാൻ മാറ്റി ചൂസ് ചെയ്യാം. ഫോൺ ഫാമിലി ഏത് വേണമെന്ന് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതെല്ലാം കഴിഞ്ഞ് ഇമ്പോർട്ട് ഓപ്ഷൻസിൽ ഈ ഒരു സിംഗിൾ പേജ് ആണോ അതോ ഫുൾ സൈറ്റ് ആണ് ഇമ്പോർട്ട് ചെയ്യുന്നതെന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഫുൾ സൈറ്റ്, അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ഇമ്പോർട്ടിങ് കൊടുക്കുമ്പോൾ
ആ പേജ് ഫുള്ളായിട്ട് നമ്മുടെ വേർഡ്പ്രസ് സൈറ്റിലേക്ക് ഈ ഫുൾ തീം ഇമ്പോർട്ട് ചെയ്യുവാണ്. ഈ കണ്ടന്റ് അടക്കം നമ്മൾ കൊടുത്തേക്കുന്ന ആ ഒരു കളർ പാലറ്റും എല്ലാം ചൂസ് ചെയ്തിട്ട്. ഇങ്ങനെ ഈ സൈറ്റ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ സൈറ്റിലെ കണ്ടന്റ് മാത്രമല്ല വരുന്നത്, നമുക്ക് അതിലേക്കുള്ള എന്തൊക്കെ പ്ലഗിൻസ് ആണ് നമ്മൾ ആവശ്യമുള്ളത്. ഇപ്പോൾ വേർഡ്പ്രസ് ബേസിക്കലി റൺ ചെയ്യുന്ന ഒത്തിരി പ്ലഗിൻസ് വെച്ചാണ്. ഇപ്പോൾ എനിക്ക് ഒരു മെയിൽ സിസ്റ്റം, ഒരു ഓട്ടോമെയിലർ വേണം, അപ്പോൾ അതിനൊരു പ്ലഗിൻ ഉണ്ട്. ഒരു ചാറ്റ് ബോക്സ് വേണം, അതിനും ഒരു പ്ലഗിൻ റെഡിലി അവൈലബിൾ ആണ്. അങ്ങനെയുള്ള നമുക്ക് ഈ സൈറ്റിൽ ഇപ്പൊ ഈ തീമിന്റെ ഏതൊക്കെ പ്ലഗിൻസ് ആണ് യൂസ് ചെയ്യുന്നത് അതിനുള്ള പ്ലഗിൻ എല്ലാം ഇപ്പൊ ഇമ്പോർട്ട് ചെയ്ത് അതെല്ലാം ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ നമുക്ക് എന്താവശ്യം വേണമെങ്കിലും അതിനുള്ള പ്ലഗിൻ എല്ലാം ഡെഫോൾട്ട് ആയിട്ട് ഇതിൽ തന്നെ കിടപ്പുണ്ടാവും. അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു പ്ലഗിൻ ഡെവലപ്പ് ചെയ്യാം. ഇപ്പോൾ PHP അത്യാവശ്യം നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്ലഗിൻ നമുക്ക് തന്നെ റൈറ്റ് ചെയ്യാം. അപ്പോൾ ഈ വേർഡ്പ്രസ് പ്ലഗിൻ എന്ന് പറയുന്നത് തന്നെ ഓരോരോ PHP കോഡുകളാണ്. നോക്കാം, അത് കുറച്ച് ഡിലേ ഉള്ളതാണ്. ഞാൻ വേറെ സൈറ്റ് വർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പൊ കണ്ടന്റ് ഇമ്പോർട്ട് ചെയ്തോണ്ടിരിക്കും ഇവിടെ. ഈ പേജ് എല്ലാം ഇമ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഇതുപോലെ ഒരു പേജ് ആക്റ്റീവ് ആവും. ഇപ്പോൾ മറ്റേ നമ്മൾ ആദ്യം പ്രൈവസി പോളിസിയും സാമ്പിൾ പേജും മാത്രമേ നേരത്തെ കണ്ടിരുന്നുള്ളൂ. അതിന് പകരം ഒരു അബൌട്ടും ബ്ലോഗ്, കോണ്ടാക്ട്, അങ്ങനെ ആ തീമിൽ എന്തൊക്കെ പേജ് ഉണ്ടോ ആ പേജസ് എല്ലാം ഇവിടെ ലിസ്റ്റ് ആയി വരും. നമുക്ക് പിന്നെ ഏത് പേജാണ് വേണ്ടത് ആ പേജ് സ്ട്രേറ്റ് എടുത്ത്, ഇപ്പോൾ ഫ്രണ്ട് പേജ്, ഹോം പേജ്, അത് എലമെന്റോർ എന്നുള്ള ആ തീം എഡിറ്റർ വെച്ച് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോവാ ബാക്കി. ഓക്കെ, അത് കഴിഞ്ഞു. ഓക്കെ, നേരത്തെ നമ്മളിവിടെ 2 എണ്ണം കണ്ട സ്ഥലത്ത് ഇപ്പൊ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 എണ്ണം വന്നിട്ടുണ്ട്. ആദ്യം കിടന്ന പ്രൈവസി പോളിസി എല്ലാം ഡ്രാഫ്റ്റ് ആയിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മളത് നമ്മുടെ സൈഡിലും പ്രൈവസി പോളിസി നമുക്ക് ഇവിടെ റീറൈറ്റ് ചെയ്യാം. അതല്ലാണ്ട് ഇത്രയും പേജസ് ഇപ്പൊ ആക്റ്റീവായി.
പിന്നെ വേർഡ് പ്രസിന് വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന സൈറ്റ് എല്ലാം അപ്പൊ ലൈവ് ആണ്. നമ്മൾ ലോക്കൽ ഹോസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. അതല്ലാണ്ട് ഈ സ്ട്രേറ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ സൈറ്റിൽ ചെയ്യുന്ന ചേഞ്ചസ് ഇവിടെ ലൈവ് ആയിട്ടും വരും. നേരത്തെ കണ്ട ആ സാമ്പിൾ പേജിന് പകരം ഫുൾ ഈ പേജ് നമുക്ക് ഇമ്പോർട്ട് ആയി കിട്ടി. ഓക്കെ, ഞാൻ ഇതിൻ്റെ അകത്തൊരു ഹോം പേജ് എഡിറ്റ് ചെയ്യാനായിട്ട് എഡിറ്റ് വിത്ത് എലമെന്റോർ എന്നുള്ളത്, ഈ എലമെന്റോർ എന്നുള്ളതാണ് നമ്മുടെ ഈ തീം ബിൽഡർ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ടെക്സ്റ്റ് എഡിറ്റർ ചെയ്യുന്ന പോലെ, അല്ലെ നമ്മുടെ ഇല്ലസ്ട്രേറ്ററിലൊക്കെ ചെയ്യുന്ന പോലെ ഇവിടെ നമുക്ക് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാം. ആർ യു ഹംഗ്രി? ട്രൈ ത്രൂ പിക്കപ്പ്. നമുക്ക് ഇതുപോലെ ഒരു ഇമേജ് റീപ്ലേസ് ചെയ്യണമെങ്കിലും അതുപോലെ തന്നെ ചൂസ് ചെയ്യുക, ചൂസ് ഇമേജ്. ഒന്നിലെ പുതിയ ഇമേജ് ഇവിടെ അപ്ലോഡ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത ഇമേജസ് ഇവിടെ ലൈബ്രറിയിൽ കിടപ്പുണ്ടാവും. ശരി, ബേസിക്കലി നമ്മളൊരു ഒരാഴ്ചക്ക് എടുത്തിരുന്ന് ബിൽഡ് ചെയ്യുന്ന പേജ് മൊത്തം നമുക്കൊരു ഏതാനും അവേഴ്സിനുള്ളിൽ ഫുൾ വെബ്സൈറ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് വേർഡ് പ്രസ് യൂസ് ചെയ്യുവാണെങ്കിൽ, ഇതുപോലെ തീം വെച്ച് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ. ഇനി നമുക്ക് എക്സാക്ട് ഈ തീം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, കുറച്ച് ഭാഗം എനിക്ക് ഈ സെക്ഷൻ എനിക്ക് വേണ്ട, ഓക്കെ, നമ്മളത് ക്ലോസ് ചെയ്തു. എനിക്ക് ഇതും വേണ്ട, അല്ല ഇതിരിക്കട്ടെ, എനിക്ക് ഇതിന്റെ താഴത്തെ ഈ സെക്ഷൻ വേണ്ട, ഞാൻ ഇതും ക്ലോസ് ചെയ്തു. പകരം അവിടെ പുതിയൊരു സെക്ഷൻ കൊണ്ടുവന്നിട്ട് എനിക്ക് അവിടെ ഒരു 3 കോളം സ്ട്രക്ചർ എന്തെങ്കിലും വേണ്ടേ, അല്ലെങ്കിൽ 4 കോളം സ്ട്രക്ചർ വേണ്ടേ, 3 കോളം വെച്ചു. ഇവിടെ ഒരു ഹെഡിങ്, ഇവിടെ ഒരു ഇമേജ് ബോക്സ്, എനിക്ക് ഇതേപോലെ തന്നെ ഇപ്പുറത്തും ഒരു ഇമേജ് ബോക്സ്. Okay. ഇപ്പൊ നമ്മൾ ഈ ഇമേജ് കാണാൻ ചെറുതാണല്ലോ, എനിക്ക് ഇമേജ് കുറച്ച് വലുതാക്കണം. നമ്മളൊരു സ്റ്റൈലിൽ വന്നിട്ട് നമുക്കവിടെ സ്പേസിങ്ങും അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിന്റെ വിഡ്ത്ത് എങ്ങനെ വേണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഫുൾ ഇപ്പോൾ ഇതിന്റെ ഈ കോളം വെച്ചാൽ നമ്മൾ ഈ ഒരു സൈസിൽ, എനിക്ക് ആ സൈസ് ഫില്ല് ചെയ്ത് ഇമേജ് വേണം. അപ്പൊ ഞാനത് ഫുള്ള് വിഡ്ത്ത് 100 കൊടുത്തു, അത് ഫില്ലായി ഇമേജ് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ ഈ ഫ്രൈസും അതുപോലെ വലിയൊരു ഇമേജാണ് വേണ്ടത്. steak and fries. Okay. Burger and fries. ഇവിടെ നോക്കാം, അതുപോലെ തന്നെ ടെക്സ്റ്റ് ഇവിടെ എഡിറ്റ് ചെയ്യാം. ഇതിലൊക്കെ നമുക്ക് വേണ്ട കണ്ടന്റ് എല്ലാം പ്ലേസ് ചെയ്തിട്ട്
ജസ്റ്റ് അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്തു. നമ്മളിപ്പോൾ ചെയ്ത ചേഞ്ചസ് അപ്പോൾ തന്നെ ലൈവായി കിട്ടി. നമ്മളിവിടെ എന്ത് ചേഞ്ച് വരുത്തി അപ്ഡേറ്റ് കൊടുത്താലും സ്ട്രൈറ്റ് നമുക്കത് സൈറ്റിലേക്ക് ലൈവ് ആയിട്ട് വരും. ഇപ്പൊ എനിക്ക് കുറച്ച് ചേഞ്ചസ് വരുത്തി അതിപ്പം ലൈവ് ആക്കണ്ട, അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ ഈ അപ്ഡേറ്റ് ഓപ്ഷൻസിൽ പോയിട്ട് സേവ് ആസ് ഡ്രാഫ്റ്റ് കൊടുക്കും. എന്നിട്ട് നമുക്ക് പിന്നെ എപ്ലൈയിലും ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ അന്നേരം അപ്ഡേറ്റ് ചെയ്യും. പിന്നെ എനിക്ക് ഈ ഒരു സെക്ഷനെ ഫോണ്ട് ഇഷ്ടപ്പെട്ടില്ല, ഈ ടീമിലുള്ള ഫോണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒന്നുകൂടി ഇൻഡിവിജ്വൽ ആയിട്ട് ഇവിടെ നിന്ന് മാറ്റാം. ടൈപ്പോഗ്രഫി വന്നിട്ട് ഇവിടെ നോക്കി ഫോണ്ട് മാറ്റി അതെല്ലാം മൊത്തത്തിൽ മാറ്റണമെന്നുണ്ട് എന്നാണെങ്കിൽ അപ്പിയറൻസ് നമ്മൾ കസ്റ്റമൈസ് ചെയ്യും. എലമെന്റോർ വെച്ച് നമുക്ക് ഇൻഡിവിജ്വൽ പേജസ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഈ കസ്റ്റമൈസ് ചെയ്യുമ്പോൾ ഒരു പേജ് വരുത്തുന്ന ചേഞ്ചസ് നമുക്ക് എല്ലാ പേജസിലേക്കും കിട്ടും. ഇപ്പോൾ കളർ, ബട്ടൺസ്, സൈഡ് ബാർ, ലേഔട്ട്, ടൈപ്പോഗ്രഫി, ഇതിൽ ഏതൊക്കെയാണ് നമുക്ക് മാറ്റേണ്ടത് അതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ H1 ഫോണ്ട് ഏതാ, H2, H3, H4, H5. പിന്നെ നോക്കുകയാണെങ്കിൽ എനിക്കൊരു ഫാവേഗൻ ആഡ് ചെയ്യണം. ഇപ്പൊ നമ്മുടെ സൈറ്റിന്റെ ടോപ്പിൽ ജസ്റ്റ് ഒരു ഗ്ലോബിന്റെ ഐക്കണാണല്ലോ കിടക്കുന്നത്, അതായത് ഫാവേഗൻ ഒന്നുമില്ല എന്നുള്ളത്. എനിക്കൊരു ഫാവ് ഐക്കൺ ഒക്കെ അവിടെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നേരെ സൈറ്റ് ഐഡന്റിറ്റി എടുത്തിട്ട് ഒരു സൈറ്റ് ടൈറ്റിൽ, ലോഗോ കൺട്രോൾ, സൈറ്റ് ഐക്കൺ അതും ചൂസ് ചെയ്യണം. ഓക്കെ, ടോപ്പിൽ നമുക്ക് ആ ഐക്കൺ കിട്ടി. ഇവിടെ നമ്മൾ പബ്ലിഷ് ചെയ്യുമ്പോൾ ജസ്റ്റ് പേജ് ഒന്ന് റിഫ്രഷ് ചെയ്യണം. നമുക്ക് ഇവിടെയും ആ ഫാവ് ഐക്കൺ ആഡ് ആയി. പിന്നെ നമുക്ക് ഈ സ്പേസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മാർജിൻ സെറ്റ് ചെയ്യാം. പിന്നെ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വേണം, അല്ലെ ബാക്ക്ഗ്രൗണ്ട് ഒരു കളർ സെറ്റ് ചെയ്യാം. ഈ ഒരു ഇതിന് സ്റ്റൈലിലേക്ക് വന്നിട്ട് ഗ്രേഡിയന്റ് ആണോ, അതോ ജസ്റ്റ് ഇമേജ് ആണോ, ഈ വീഡിയോ ആണോ, അതോ ഇമേജ് ആണോ, ഏത് ഓപ്ഷനാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചൂസ് ചെയ്തിട്ട് ഇവിടെ സെറ്റ് ചെയ്യാം. ബേസിക്കലി ഇത്ര വരെ ചെയ്താൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, ആർക്കെങ്കിലും ഒക്കെ ഇത്രയും ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന്? ഇല്ല സർ. ഇല്ല ഇല്ല ഇല്ല. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് ഒരു WooCommerce പ്ലാറ്റ്ഫോം, എനിക്ക് ഇതെല്ലാം ഓൺലൈൻ പർച്ചേസിന്റെ ഓപ്ഷൻ വേണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ WooCommerce യൂസ് ചെയ്യുന്നത്. ഇത് വേർഡ്പ്രസിനകത്ത് തന്നെയാണ് നമ്മൾ WooCommerce ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. ഇപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു ഡാഷ്ബോർഡ് ഉണ്ട്. ആരെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഓർഡേഴ്സ് ഇവിടെ നിന്ന് തന്നെ വ്യൂ ചെയ്യാം. ആരും ഒന്നും ഓർഡർ ചെയ്തില്ല. നമ്മുടെ കസ്റ്റമേഴ്സ് ആരൊക്കെയാണ്, അതായത് നമ്മുടെ ഇതുവരെ നമ്മുടെ സൈറ്റിൽ നിന്ന് ആരൊക്കെ പർച്ചേസ് ചെയ്തു, എന്താണ് പർച്ചേസ് ചെയ്തത്,
ആളുടെ മെയിൽ ഐ ഡി, അതുള്ള ഇൻഫർമേഷൻ എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇപ്പൊ ഡിസ്കൗണ്ട് കൂപ്പൺ ഒക്കെ എനിക്ക് ആഡ് ചെയ്യണം. ഇപ്പൊ ഓണമൊക്കെ വരുവാണല്ലോ, എനിക്ക് ഓണത്തിന് ഒരു ഡിസ്കൗണ്ട് കൂപ്പൺ ആഡ് ചെയ്യണം. ഓണം സ്പെഷ്യൽ 100 എന്നും പറഞ്ഞ് ഞാനൊരു കൂപ്പൺ ആഡ് ചെയ്തു. കൂപ്പൺ കോഡ് കിട്ടി. ഇനി നമ്മൾ ആരെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് അതുപോലെയുള്ള കൂപ്പൺ യൂസ് ചെയ്ത് നമ്മുടെ സൈറ്റിലുള്ള ആൾക്കാർ യൂസ് ചെയ്യുമ്പോൾ ഈ കൂപ്പൺ അടിച്ചാൽ അതിന് നമ്മൾ എന്തൊക്കെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് ആ പാരാമീറ്റേഴ്സ് എല്ലാം വെച്ച് അവർക്കൊരു കൂപ്പണിന്റെ ഇത് കിട്ടും. ഓക്കെ, ഞാൻ ഇതിൻ്റെ അകത്ത് ഓൾറെഡി പ്രോഡക്ട്സ് ആഡ് ചെയ്തിരിക്കുന്ന ഒരു സൈറ്റ് ആണ്. അപ്പോൾ വർക്ക്വുമൻസിന്റെ കീഴിൽ പ്രോഡക്ട്സ് എടുത്തിട്ട് ഇപ്പം പ്രോഡക്ട്സ് എൻ്റെ ഈ സൈറ്റിൽ കിടപ്പുണ്ട്. ഓളോബിക്സ്, ബ്ലോക്ക്, കർവ് സ്റ്റോൺ, അതുള്ള ഐറ്റംസ്. എനിക്കിപ്പോ ഇതിൻ്റെ അകത്ത് സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പൊ ഇത് ഇൻ സ്റ്റോക്ക് ആണ്, ഇത് ഒരെണ്ണ സ്റ്റോക്കിൽ ബാക്കിയുള്ളൂ. എനിക്ക് ഇവിടെ നിന്ന് തന്നെ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യണം. ക്വിക്ക് അപ്ഡേറ്റിൽ കൊണ്ടുവന്നിട്ട് സ്റ്റോക്ക് ക്വാണ്ടിറ്റി 1 മാറ്റി 100 ഇട്ടു. ഇപ്പോ ഇവിടെ 1 മാറി 100 ആയി. ഇനിയിപ്പോ എനിക്ക് ഇതല്ലാണ്ട് പുതിയൊരു പ്രോഡക്റ്റ് എനിക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യണം. Hello everyone. Today we will see the traditional 6 steps in the Kerala mural paint. ഇന്റർലോക്ക് ഡിസൈൻ ടൈൽസ് എന്നുള്ള പുതിയൊരു പ്രോഡക്റ്റ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുവാണ്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. എനിക്ക് പ്രോഡക്റ്റ് കുറച്ച് ഇമേജസും ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ അതിന് ഒരു പ്രൊഡക്റ്റ് ഇമേജും സെറ്റ് ചെയ്തിട്ട് ഇതിന്റെ പ്രൈസ് സെറ്റിംഗ്സ് എനിക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് റെഗുലർ പ്രൈസ് ഈ MRP ആണ് റെഗുലർ പ്രൈസ് ആയിട്ട് വരുന്നത്. ഇപ്പൊ ഇതിന് MRP ഒരു 500 രൂപയാണ്. ഞാൻ ഇത് എത്ര രൂപയ്ക്ക് സെല് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ 500 വെട്ടിയിട്ട് പുതിയ എമൗണ്ട് കാണിക്കുന്ന രീതിയിൽ, അതെല്ലാം നമുക്ക് സ്ട്രേറ്റ് 500 കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാം. ഇപ്പോൾ ഒരു ഓഫറിൽ കൊടുക്കുക 450, 50 രൂപ ഡിസ്കൗണ്ടിൽ കൊടുക്കുക. കൊണ്ടുവന്നു പബ്ലിഷ്. ഡിസൈൻ ഇന്റർലോക്ക് ടൈൽസ് എന്നുള്ള പുതിയൊരു ഐറ്റം വന്നു. 500 മാറ്റി 450 എന്നുള്ള രീതിയിൽ. ഇതൊക്കെയാണെങ്കിൽ നമുക്ക് വെട്ടി സെയിൽ പ്രൈസ് കൊടുത്തിട്ടില്ല, അപ്പോൾ MRP തന്നെ കാണിക്കുന്നത്. പിന്നെ ഇത് നോക്കി ഏത് കാറ്റഗറി ആയിട്ട് തിരിക്കണം. ഇതിപ്പോ ഇൻ സ്റ്റോക്ക് ആണോ, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണോ, ബാക്ക് ഓർഡർ ആണോ, നമുക്ക് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ എല്ലാം ഇവിടെ നിന്ന് തന്നെ ചെയ്യാം. പിന്നെ ഏത് കാറ്റഗറി, ഇന്റർലോക്ക് ടൈലും സ്റ്റോൺ ടൈലാണോ ഇന്റർലോക്ക് ടൈലാണോ, ഇന്റർലോക്ക് ടൈലിന്റെ കാറ്റഗറിയിലാണ് ഞാൻ ഇത് ആഡ് ചെയ്യുന്നത്. ഇപ്പൊ ഇതിലൊന്നും ഇല്ലാത്തൊരു കാറ്റഗറിയാന്ന് വെച്ചോ, എനിക്ക് പുതിയൊരു കാറ്റഗറി വേണം. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ കാറ്റഗറീസ് എടുത്തിട്ട്
ആഡ് ന്യൂ കാറ്റഗറി കൊടുത്തു. നമ്മൾ ഇൻഫർമേഷൻ കൊടുത്തിട്ട് കാറ്റഗറിയുടെ പേര് ഡിസൈൻ ടൈപ്പ്, അതിനുള്ള സ്ലഗ്, അതായത് സ്ലഗ് എന്ന് പറയുമ്പോൾ ഒരു URL ഫ്രണ്ട്ലി നെയിമോ അത് എന്ന് വെച്ചാൽ നമുക്ക് ആ പേരടിച്ചിട്ട് സ്ലാഷ് ഇട്ട് സ്പേസസ് പറ്റില്ല. നമുക്ക് ഒരു URL സ്പേസസ് നമ്മുടെ ഇത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ സ്പേസസ് നമ്മൾ ഹൈഫണോ വിലക്ക് ഇടും. ഡിസൈൻ -, സ്റ്റൈൽ എങ്ങനെ ഒന്ന് കൊടുത്തു. ഇതിനെന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഇത് ഏതെങ്കിലും കീഴിൽ വരുന്നതാണെങ്കിൽ നമ്മളത് മെയിൻ കാറ്റഗറി ആക്കി കൊടുക്കും. ഇപ്പൊ ഇന്റർലോക്ക് ടൈൽസിനെ കീഴിലാണ് വരുന്നത്, അപ്പോൾ ഇന്റർലോക്ക് ടൈൽ കൊടുത്തു. എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ അതാ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ആഡ് ന്യൂ കാറ്റഗറി എന്ന് കൊടുത്തു. ഇപ്പൊ ഇന്റർലോക്ക് ടൈലിന് കീഴിൽ ഒരു സെക്ഷനോടെ വന്നിട്ടുണ്ട്, ഡിസൈൻ ടൈൽ എന്ന് പറഞ്ഞത്. നമ്മളവിടെ കൊടുത്തിരുന്ന ഒരു ഡെമോ ഇത് ഓക്കെ. ഇതിന്റെ നമ്മൾ അവിടെ കൊടുത്തിരുന്ന ഇൻഫർമേഷൻ എല്ലാം നല്ല രീതിയിൽ ലേഔട്ട് ഒക്കെ ചെയ്ത് കൊണ്ടുവന്നേക്കുന്നതാണ് ഇത്. അപ്പോൾ എനിക്കിതൊരു 100 എണ്ണം വേണം. 100 എണ്ണം സ്റ്റോക്കുള്ളൂ. അതിലൊരു 50 എണ്ണം വേണം. ഒന്നുമില്ല, മാനുവൽ 50 ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ അപ്പ് ചെയ്ത് കൊണ്ടുപോകാം. ഏത് കാറ്റഗറി? ഇപ്പൊ സ്റ്റോൺ ടൈൽസ് എന്ന കാറ്റഗറിയിൽ ഇത്ര സാധനങ്ങളുണ്ട്. നമ്മൾ അപ്പുറത്തുറത്ത സ്ലഗ് ആണ് സ്റ്റോൺ ഡാഷ് ടൈൽസ്. നമുക്ക് ഇവിടെ നിന്ന് കാർട്ട് വ്യൂ ചെയ്യാം. പ്രൈസ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും, ഇവിടെയാണ് നമ്മൾ കൂപ്പൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുന്നത്. അവിടെ ഇപ്പോൾ ഒരു ഓണം സ്പെഷ്യൽ കൂപ്പൺ നമ്മൾ ആഡ് ചെയ്തായിരുന്നെങ്കിൽ ഇവിടെ ഓണം സ്പെഷ്യൽ അടിക്കുമ്പോൾ നമുക്ക് അതിന്റെ എത്ര % ഡിസ്കൗണ്ട് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അതെല്ലാം നമുക്ക് ഇവിടെ കിട്ടിയേനെ. അതിന്റെ ആവശ്യമില്ല. പ്രൊസീഡ് ടു ചെക്കൗട്ട് കൊടുത്താൽ 3,400 റുപ്പീസിന്റെ ഒരു ബില്ല് വരും. നമ്മുടെ ബില്ലിംഗ് ഇൻഫർമേഷൻ എല്ലാം ആഡ് ചെയ്തിട്ട് നമുക്ക് പ്രൊസീഡ് പ്ലേസ് ഓർഡർ കൊടുത്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. വൂക്കോമോസിൽ ആർക്കെല്ലാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത് ഇപ്പൊ ചെയ്തത്രം ഇതില്? ഹലോ സാർ, അപ്പൊ പേയ്മെന്റ്സ് എങ്ങനെ ആഡ് ചെയ്യുന്നത്? ഇതെങ്ങനെയാ? ഗൂഗിൾ പേ ആണോ? അങ്ങനെ എങ്ങനെ ആഡ് ചെയ്യുന്നത്? അതിനേക്കുള്ള തീംസ് നമുക്ക് സെറ്റ് ചെയ്യാം. പ്ലഗിൻസ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഇപ്പോ പേയ്മെന്റിന് ഇഷ്ടം പോലെ പ്ലഗിൻസ് ഉണ്ട്. ഗൂഗിൾ പേ ആഡ് ചെയ്യണമെങ്കിൽ ഗൂഗിൾ പേക്കുള്ള പ്ലഗിൻ ഉണ്ട്. പ്ലഗിൻസ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നത്. പ്ലഗിൻ കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഇൻസ്റ്റാൾ പ്ലഗിൻ ഇത്ര ഉണ്ട്, എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ന്യൂ കൊടുത്തിട്ട് സ്ട്രൈപ്പ് പേയ്മെന്റ് ഗേറ്റ്വേ നല്ലതാണ്. ഇതിൻ്റെ അകത്തെന്ന് പറയുമ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉള്ളതെന്ന് വിസ, മാസ്റ്റർ കാർഡ്, അമേരിക്കൻ എക്സ്പ്രസ്, JCB, ഡൈനസ് ക്ലബ്, ഇതുപോലുള്ള എല്ലാം ഉണ്ട്.
ഏതൊക്കെ കൺട്രീസ് ഇതിൽ കറന്റ് സപ്പോർട്ട് ചെയ്യുന്ന കൺട്രീസ് ഏതൊക്കെയാണ് കറന്റ് ചെയ്യുന്നത്. ഇതല്ലാണ്ട് നമുക്ക് വേറൊരു ഇത് വേണം. എനിക്ക് ഗൂഗിൾ പേ പോലത്തെ ഇതാ വേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെയും സെപ്പറേറ്റ് പ്രൊവൈഡേഴ്സ് വേറെ ഉണ്ട്. ഓരോ തന്നെ ഇൻഫർമേഷൻ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഏതൊക്കെയാണ് പ്രൊവൈഡേഴ്സ് എന്ന് കാണാൻ പറ്റും. അപ്പൊ സാറേ അവരെങ്ങനെയാ നമ്മുടെ കമ്മീഷൻ, നമുക്ക് 100 രൂപ അവര് നമ്മള് സാധനം മേടിക്കണമെങ്കിൽ അവർ കമ്മീഷൻ എടുക്കുവോ? കമ്മീഷൻ എടുക്കുന്ന പ്ലഗിൻസും ഉണ്ട്, ഇല്ലാത്തതും ഉണ്ട്. ചില ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട്. അതെല്ലാം തന്നെ നമുക്ക് തന്നെ ഒരു പ്ലഗിൻ ഡെവലപ്പ് ചെയ്യാം. ഈ ഒരു പ്ലഗിന്റെ ഒരു PHP കോഡാണ് ബേസിക്കലി ഒരു പ്ലഗിൻ എന്ന് പറയുന്നത്. നമുക്ക് തന്നെ ഒരു പ്ലഗിൻ എഴുതാം നമ്മുടെ പേരും വെച്ചുകൊണ്ട്. ഒരു പ്ലഗിന്റെ സാമ്പിൾ ഇപ്പൊ കാണിച്ചു തരാം. നമുക്ക് റേസർ പേ ഒക്കെ ആണെങ്കിൽ ഗൂഗിൾ പേ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇതാണ്. ഇതിൻ്റെ അകത്ത് ഗൂഗിൾ പേ ഉണ്ടാവും, ഫോൺ പേ ഉണ്ടാവും, അതുപോലെയുള്ള എല്ലാം തന്നെ ഉണ്ടാവും. UPI പേയ്മെന്റ്സ് എല്ലാം ഉണ്ട്. ഓക്കെ. ഓക്കെ, ഇപ്പൊ ഞാൻ ഡ്യൂപ്ലിക്കേറ്റർ എന്ന് പറഞ്ഞ പ്ലഗിൻ ഡൗൺലോഡ് ചെയ്തു. അതിൻ്റെ അകത്ത് എന്താ ബേസിക്കലി ഉള്ളതെന്ന് കാണിച്ചു തരാം. duplicator.php എല്ലാം PHP. ഫസ്റ്റ് തന്നെയുള്ള സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ പ്ലഗിൻ നെയിം ഇതുപോലെ, എല്ലാ പ്ലഗിനും സ്റ്റാർട്ടിങ് ഇതുപോലെ ആയിരിക്കും. പ്ലഗിൻ നെയിം, ഡിസ്ക്രിപ്ഷൻ. കാരണം ഈ ഒരു ഇതിൽ നിന്നാണ് നമ്മൾ അപ്പുറത്ത് കാണുന്ന ഡിസ്ക്രിപ്ഷൻ റീഡ് ചെയ്യുന്നത് വേർഡ്പ്രസ്. ഈ ഡിസ്ക്രിപ്ഷനും ഈ പേരും ശരിക്കും പറഞ്ഞത് ഇവിടെ നിന്നാണ് ഈ ഡിസ്ക്രിപ്ഷനും ഈ നെയിമും ഇവിടെ നിന്നാണ് അത് റീഡ് ചെയ്യുന്നത്. ഓതറിന്റെ പേര് ഇപ്പൊ എനിക്കിത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്റെ പേര് മാറ്റി ചെയ്യാം. ബട്ട് കോഡിങ്ങനെ മാറ്റുന്നതാണ് നല്ലത്, വെറുതെ കേസിന് പോണേക്കാളും നല്ലത്. ബേസിക്കലി ഫുൾ PHP തന്നെയാണ് വേർഡ്പ്രസ്സിൽ വർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആയോ അത്? ആയി സാറേ. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതുൽ, ആക്ച്വലി ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ PHP വരെ അവർ വന്നിട്ടുള്ളൂ. പിന്നെ ഇതുപോലത്തെ നമുക്ക് ഹാർഡ് ആയിട്ടുള്ള ഇത്രയും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാറ്റ്ഫോംസ് അതിന്റെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഡൗട്ട് ചോദിക്കാനുള്ള ബുദ്ധിമുട്ടും പിള്ളേർക്ക് കാണുമായിരിക്കും. ബേസിക്കലി ഇപ്പോ അലനാണെങ്കിലും അലൻ ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും തോന്നുന്നു അല്ലെ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവര് ജസ്റ്റ് E-commerce എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം എനിക്ക് തോന്നുന്നു അതിലൊന്ന് E-commerce എന്ന് പറയുന്ന ബേസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കാന്ന് വെച്ചാൽ കുറച്ച് നന്നായിരിക്കും. സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന സ്റ്റാറ്റിക് എന്ന് പറയുന്ന പേജിൽ നിന്ന് E-commerce ബേസ്ഡ് ആയിട്ടുള്ള സൈറ്റ് എന്താ അവിടെ എക്സ്പെക്ട് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, E-commerce സൈറ്റ് ബേസിക്കലി നമുക്ക് ഓൺലൈൻ സൈറ്റ് എല്ലാം, ഓൺലൈൻ പേയ്മെന്റ് നടത്തുന്ന അല്ലെ ഓൺലൈൻ ഒരു സാധനം പർച്ചേസ് ചെയ്യുന്ന സൈറ്റ് എല്ലാം ഒരു E-commerce സൈറ്റ് ആണ്. ഇപ്പൊ നമ്മുടെ ആമസോൺ ഒരു E-commerce സൈറ്റ് ആണ്, ഫ്ലിപ്കാർട്ട് ഒരു E-commerce ആണ്. പിന്നെ ഇതൊക്കെ ഫേമസ് ആയിട്ടുള്ള, പിന്നെ കുറച്ചുകൂടെ ആൾക്കാരെ കേട്ട് പരിചയമില്ലാത്ത സൈറ്റുകളുണ്ട്. ഇപ്പൊ നോയ്സിന്റെ സൈറ്റ് ഉണ്ട്, ബോട്ടിന്റെ തന്നെ സ്വന്തമായിട്ട് E-commerce സൈറ്റ് ഉണ്ട്.
ഇപ്പോൾ അവരൊക്കെ ചെയ്യുന്നത് എന്താ വെച്ചാൽ അവരുടെ സൈറ്റിൽ നിന്ന് അവരുടെ പ്രോഡക്ട്സ് സ്വന്തമായിട്ട് മേടിക്കാനായിട്ട്. ഇപ്പോൾ ആംവയുടെ സൈറ്റ് ആണ്, ആംവയുടെ ന്യൂട്രിയൻസും എല്ലാം പർച്ചേസ് ചെയ്യണം. ആംവയുടെ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് പ്രോട്ടീൻ പൗഡർ പർച്ചേസ് ചെയ്യണം. പ്രോട്ടീൻ പൗഡർ കയറുക, പർച്ചേസ് ചെയ്യുക. അതിനുള്ള പേയ്മെന്റ് എല്ലാം ഓൺലൈൻ തന്നെ ചെയ്യാം. അതിനുള്ള ഫീച്ചേഴ്സ് എല്ലാം ഒരു ഇ-കോം സൈറ്റിലുണ്ട്. പൊതുവെ പറഞ്ഞാൽ ഓൺലൈൻ പേയ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് നമ്മുടെ ഈ ഇ-കോമേഴ്സ് സൈറ്റ്സിലേക്ക് മെയിൻ ആയിട്ട് വരുന്നത്. അതെ അതെ. സ്റ്റുഡൻസ്, അപ്പൊ നിങ്ങൾക്കുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഈ കോമേഴ്സിലേക്ക് വരുമ്പോഴേക്കും എന്താണ്, പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇൻസ്റ്റന്റ്. ഇപ്പൊ നമ്മൾ നോക്കിയ പല ക്ലാസ്സുകളിലൂടെ നമ്മൾ കവർ ചെയ്ത കണ്ടന്റ് ആണ് ഒരു 1 അവറിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ട്രൈ ചെയ്യാൻ. അപ്പൊ അത്രയും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ബട്ട് പൊതുവെ നമുക്ക് ഈ കാണുന്ന വേർഡ്പ്രസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ഫ്രെയിം വർക്കിനെ നന്നായിട്ട് നമ്മൾ പഠിച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് മുമ്പോട്ട് പോകാൻ. എങ്കിലും അങ്ങനത്തെ പോസിബിലിറ്റീസ് ഇപ്പോൾ പ്രസന്റ് ട്രെൻഡിൽ അവൈലബിൾ ആണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇതിലൂടെ ഈ ഒരു സെഷനിലൂടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ചോദിക്കാം. വേർഡ്പ്രസ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ വേർഡ്പ്രസ് കൂടാതെ സിമിലർ ഇൻസ്റ്റന്റ് വെബ് ഡിസൈൻസ് അല്ലെങ്കിൽ ഒരു ഇ-കോമേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുന്ന വേറെ എന്തെങ്കിലും പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണോ? നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന ഈ ഒരു സബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്യുന്ന ഡൗട്ട്സ് നിങ്ങൾക്ക് ഇവിടെ ക്വയറി ചെയ്യാം. സാറേ, നമ്മൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലേ നമുക്ക് ഈ ഗൂഗിൾ ആഡ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? ആഡ് ചെയ്യാം. ഓക്കെ. എല്ലാത്തിലും ഈ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ WooCommerce ആണെങ്കിലും മാർക്കറ്റിംഗ് എന്നൊരു സെക്ഷൻ ഉണ്ട്. നമ്മുടെ പേജിൽ നമ്മുടെ പേജ് എവിടെയൊക്കെ ആഡ് കൊടുക്കും. ഇപ്പോൾ ഗൂഗിൾ ലിസ്റ്റിംഗ് ആൻഡ് ആഡ്സ്, ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്ക്, പിന്നെ ആമസോൺ eBay ഇന്റഗ്രേഷൻ ഉണ്ട്. നമ്മുടെ പ്രോഡക്റ്റ് ഇപ്പൊ ആമസോൺ വഴി ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇപ്പൊ ആമസോണിൽ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തു, അത് നമ്മുടെ സൈറ്റിലും അപ്ഡേറ്റ് ആവും. ഇപ്പൊ ടോട്ടൽ സ്റ്റോക്ക് എൻ്റെ 100 പൂവുണ്ട്. ആമസോൺ വഴി ഞാനൊരു പൂ വിറ്റു, അപ്പോൾ എൻ്റെ സൈറ്റിൽ സ്റ്റോക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ഡേറ്റ് ആവും. 99 പൂവേ ഇനിയുള്ളൂ. അതുപോലുള്ള ഇന്റഗ്രേഷൻ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ബേസിക്കലി ഇതൊരു ഒത്തിരി പറയണ്ട അങ്ങനെ പോകുമ്പോൾ. ജസ്റ്റ് ബ്രീഫ് ഇത് പറയുന്ന സ്ഥിതിക്ക് ഒരു പ്ലാറ്റ്ഫോം കൂടെ പരിചയപ്പെടുത്തി തരാം. ഷോപ്പിഫൈ എന്നും പറഞ്ഞുകൊണ്ട്. ഷോപ്പിഫൈ ആണ് ഇപ്പം നമുക്ക് കുറച്ചുകൂടെ ഒരു ട്രെൻഡിങ് ആയിട്ട് വരുന്നത്. WooCommerceനേക്കാളും കുറച്ച് എക്സ്പെൻസീവ് ആണ്, ബട്ട് അതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഏതാ? ഫ്ലിപ്കാർട്ടിന്റെ ആണോ അതോ വേറെ ആണോ? ഏത്? ഷോപ്പിഫൈ. ഷോപ്പിഫൈ ഒരു ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോം ആണ്. ഓപ്പൺ സോഴ്സ് അല്ല, ഒരു പ്ലാറ്റ്ഫോം ആണ്. ഷോപ്പിഫൈ എന്ന് തന്നെയാണ് ഇതിന്റെ കമ്പനിയുടെ നെയിം. ഇത് വെച്ച് നമുക്കൊരു സൈറ്റ് ഫുള്ള് ബിൽഡ് ചെയ്യാം, ഇ-കോം സൈറ്റ്. ഇപ്പൊ ഈ സൈറ്റ് ഞാൻ ഷോപ്പിഫൈ വെച്ച് ഉണ്ടാക്കിയേക്കുന്ന ഒരു കിഡ്സിന്റെ ഡ്രസ് എല്ലാം പർച്ചേസ് ചെയ്യാൻ. അപ്പോൾ ഇതിന്റെ ബാക്ക് എൻഡ് കാണിക്കുമ്പോൾ നമുക്ക് പ്രോഡക്ട്സ് ഇവിടെ കാണാം. ഇത്രയും പ്രോഡക്ട്സ് ഉണ്ട്. അതിന്റെ ഇൻവെന്ററി, പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സിനുള്ള ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ എടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സൈറ്റിൽ നിന്ന് ആരൊക്കെ പർച്ചേസ് ചെയ്തു, പുള്ളിയുടെ ലൊക്കേഷൻ എവിടെയാണ്, അത് ഏത് കൺട്രിയാണ്, ഏത് സ്റ്റേറ്റ് ആണ്, അഡ്രസ്, മോർ ഫിൽറ്റേഴ്സ് കൊടുത്താൽ പുള്ളിയുടെ ലാംഗ്വേജ് ഏതാ, നമ്മുടെ സൈറ്റിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ, അതിലുള്ള എല്ലാ ഇൻഫർമേഷനും നമുക്ക് പുള്ളി എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു, ഇങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷനും നമുക്ക് ഇവിടെ നിന്ന് എപ്പോൾ വേണമെങ്കിലും എടുക്കാം. പിന്നെ ഈ സൈറ്റ് അനാലിസിസിൽ എത്ര പേര് ഇപ്പൊ കറന്റ് ഈ സൈറ്റ് വ്യൂ ചെയ്യുന്നുണ്ട്, എത്ര രൂപയുടെ സെയിൽ നടന്നു, ഒരു തവണ നമ്മുടെ സൈറ്റിൽ പോയിട്ട് പിന്നെ തിരിച്ചു വന്ന് എത്ര പേരുണ്ട്, അതുള്ള എല്ലാ ഇൻഫർമേഷൻ നമുക്ക് ഈ അനാലിസിസിന്റെ ഡാഷ്ബോർഡിൽ കിട്ടും. ഒരു ലൈവ് വ്യൂ കൊടുത്ത് നമുക്ക് ഈ ഒരു ഗ്ലോബ് വ്യൂ വന്നിട്ട് എവിടെയൊക്കെ നമ്മുടെ സൈറ്റ് ലൈവ് ആണ്, ഇപ്പൊ ഈ നമ്മുടെ സൈറ്റ് ഏതൊക്കെ കൺട്രി ഇന്ന് യൂസ് ചെയ്യുന്നുണ്ട്,
ഒരെണ്ണം മാത്രം ഇന്ത്യ. അത് ഞാൻ തന്നെയാ. ഈ സൈറ്റ് ലൈവായിട്ടില്ല, എപ്പോഴും ടെസ്റ്റ് സ്റ്റോർ ആയി കിടക്കുന്ന. ഇതിന്റെ അകത്ത് നമ്മൾ അപ്പുറത്ത് കണ്ടുപോലെ തന്നെ മാർക്കറ്റിംഗ് ഇതുണ്ട്. സ്നാപ്ചാറ്റ് ആപ്സ്, സെഗ്വിനോ, ഇതല്ലാണ്ട് നോക്കി ഇതൊന്നും അല്ലാത്ത എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ മോർ മാർക്കറ്റിംഗ് ആപ്സ് എടുത്തിട്ട് ഏതൊക്കെയുണ്ട്, ഗൂഗിൾ, ഫേസ്ബുക്ക്, ടിക്ടോക്ക് ഇപ്പൊ ഇന്ത്യയിലില്ല, ബട്ട് പുറത്തെല്ലാം ഇതെല്ലാം ഫ്രീ ആണ്, ഫ്രീ ടു ഇൻസ്റ്റാൾ. ബട്ട് ഇതിന്റെ അകത്ത് നമ്മളെ പ്ലാൻ ഏതാണെന്ന് ചോദിച്ചാൽ ആഡ്സിന് കൊടുക്കുന്ന പ്ലാൻ വേറെ ആയിരിക്കും. ഈ പ്ലഗിൻ നമുക്ക് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാം. ഇപ്പൊ ഗൂഗിൾ ആഡ്സ് ഒക്കെ ആണെങ്കിൽ പെർ മന്ത് നമ്മൾ ഇത്ര എമൗണ്ട് പേ ചെയ്യണം. ഇപ്പൊ ഗൂഗിളിൽ ഒരു സാധനം സെർച്ച് ചെയ്തു, ഏറ്റവും ടോപ്പിൽ എനിക്കത് കിട്ടണം. അതിനെ നമ്മൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയും, SEO. അപ്പോൾ എന്ത് പർച്ചേസ് ചെയ്താലും എന്ത് സെർച്ച് ചെയ്താലും എനിക്ക് ആദ്യം എൻ്റെ പ്രൊഡക്റ്റ് മേളിൽ വേണം. ആമസോൺ ആദ്യം കാണിച്ച പരിപാടി പറഞ്ഞല്ലോ, വാഷിംഗ് മെഷീൻ സെർച്ച് ചെയ്താൽ ആമസോണിന്റെ വാഷിംഗ് മെഷീൻ കാണിച്ചു തരും. പെണ്ണ് സെർച്ച് ചെയ്താൽ പോലും ആമസോൺ കയറി വരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും അതുപോലൊക്കെ തന്നെ. കാരണം ഏറ്റവും കൂടുതൽ SEOന് ഏറ്റവും കൂടുതൽ പേയ്മെന്റ് കൊടുക്കുന്നത് ആമസോൺ ആണ്, അതുകൊണ്ടാണ്. ഇതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് അഡ്വർടൈസിങ്, ഇത് നമുക്ക് ബിങ് അതുപോലുള്ള പ്ലാറ്റ്ഫോമിലെല്ലാം ആഡ് കൊടുക്കാനായിട്ട്. ഇതുപോലുള്ള നമുക്ക് സൈസ് ചാർട്ടും ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഷോപ്പിഫൈ വഴി ചെയ്യാം. ഇത് ശരിക്കും വൂക്കോമേഴ്സിലാണ് നമുക്ക് ഇതിന്റെ ഇമേജ് വരുമ്പോൾ ഹവർ ചെയ്യുമ്പോൾ സൂം വരുന്നത്. ഷോപ്പിഫൈയിൽ നമുക്ക് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സ്ട്രാ സ്റ്റോറുകൾ പല ബ്രാഞ്ചായിട്ട് ആഡ് ചെയ്യാം. ഇപ്പൊ എനിക്ക് എറണാകുളത്ത് ഒരു വെയർ ഹൗസ് ഉണ്ട്, തമിഴ്നാട്ടിലൊരു വെയർ ഹൗസ് ഉണ്ട്. ഈ രണ്ട് സ്ഥലത്തിരിക്കുന്ന ആൾക്കാർക്കും ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഷോപ്പിഫൈ പ്രിഫർ ചെയ്യാം. കാരണം മൾട്ടിപ്പിൾ സ്റ്റോർ ആഡ് ചെയ്യുന്ന ഓപ്ഷൻ ഷോപ്പിഫൈക്കേ ഉള്ളൂ. മറ്റേ വൂക്കോമേഴ്സിന് സിംഗിൾ സ്റ്റോർ ആണ്, ഒറ്റ സ്റ്റോറേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ എറണാകുളം മാത്രം സ്റ്റോറിലെ ആളാണെങ്കിൽ നമുക്ക് ഇത് കൊടുക്കാം, വൂക്കോമേഴ്സ് പ്രിഫർ ചെയ്യാം. വേൾഡ് വൈഡുള്ള ഒരാളുടെ അടുത്ത് ഒരിക്കലും പോയി നമുക്ക് വൂക്കോമേഴ്സ് യൂസ് ചെയ്യുന്ന പറയാൻ പറ്റില്ല. അവരുടെ അടുത്തൊക്കെ നമുക്ക് വല്ലതും ഷോപ്പിഫൈ അതുപോലെയുള്ള ഇതേ പറയാൻ പറ്റുള്ളൂ. അല്ലെ പിന്നെയുള്ള മജന്തോ ഉണ്ട്, നമ്മുടെ ഫ്ലിപ്കാർട്ടൊക്കെ മജന്തോല ചെയ്തേക്കുന്നത്. അതും ഒരു ഇ കൊമേഴ്സ് ഇതാണ്. അത് കുറെ കൂടെ കസ്റ്റം കോഡ് യൂസ് ചെയ്ത് ബിൽഡ് ചെയ്യണം. അത് ഇതൊക്കെ നമുക്ക് ഒരു പരിധി വരെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഉണ്ട്, ടീം ബിൽഡറും അതുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. ഇപ്പൊ ക്യാഷ് ഓൺ ഡെലിവറിയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഞാൻ, അഡ്വാൻസ് ക്യാഷ് ഓൺ ഡെലിവറി ഫോർ ഇന്ത്യ. ഇത് കൂടാണ്ട് എനിക്കൊരു ഓൺലൈൻ പേയ്മെന്റും വേണം. അപ്പൊ ഞാൻ റേസർ പേയുടെ ഒരു തീം എടുത്തിട്ട് കസ്റ്റമൈസ് ചെയ്ത് റേസർ പേയുടെ ഒരു തീം കൂടെ, ഒരു പ്ലഗിൻ കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യും. ഇതുപോലത്തെ എല്ലാ സൈറ്റുകളും റൺ ചെയ്യുന്ന തീംസും പ്ലഗിനും വെച്ച് മാത്രമാണ്. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഹലോ, സ്റ്റുഡൻസ് ചോദിക്കാം. ഇല്ല സാറേ. ഹലോ, സാർ ഹലോ. ഹലോ. സാർ നമ്മൾ ഇതിനകത്ത് ഓൺലൈൻ ആയിട്ട് പർച്ചേസിംഗ് ഒക്കെ ഇതിനകത്ത് എങ്ങനെയാ ചെയ്യാൻ പറ്റുന്നത്? ഈ സൈറ്റിനകത്ത് പർച്ചേസിംഗ് ഒക്കെ എങ്ങനെയാ ചെയ്യാൻ പറ്റുന്ന സൈറ്റിനകത്ത്? ഇപ്പോ പ്രൊഡക്ട്സ് മേടിക്കുവാണെങ്കിൽ ഓൺലൈൻ ആയിട്ട് എങ്ങനെയായിരിക്കും ചെയ്യാൻ പറ്റുന്നത്? മനസ്സിലായി, ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനോ? അതെ. ഓക്കെ, 1 സെക്കൻഡ്. ഇപ്പൊ ഞാൻ നേരത്തെ ആദ്യം കാണിച്ച സൈറ്റ് ഉള്ള സ്റ്റോൺ ടൈൽ, എനിക്കിപ്പോ ഇതാ പർച്ചേസ് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്യുക, ക്വാണ്ടിറ്റി,
നമ്മുടെ കാർട്ടിൽ ഓൾറെഡി കുറച്ച് കിടപ്പുണ്ട്. അപ്പൊ നമ്മൾ അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് ആഡ് ടു കാർട്ട് കൊടുത്തു. എന്ന് പറയുമ്പോൾ ഇത്രയും എമൗണ്ടും വന്നു. പ്രൊസീഡ് ടു ചെക്ക്ഔട്ട്. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, കമ്പനി, ഇത് ഓപ്ഷനിലാണ്. കമ്പനി നെയിം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ഫീൽഡ് നമുക്ക് എങ്ങനെ വേണ്ട വെച്ചാൽ നമുക്ക് ഫീൽഡും ഡിഫൈൻ ചെയ്യാം. ഇപ്പൊ എന്തൊക്കെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം ഒരാൾക്ക് സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാം. ഇപ്പോ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം വേണ്ട, എനിക്ക് ഫുൾ നെയിം ഒറ്റ റോ ആയിട്ട് മതി. അപ്പോൾ നമുക്ക് ഫുൾ നെയിം പറഞ്ഞ് ഒറ്റ വ്യൂ കൊടുക്കാം. അതിന് കീഴിൽ കമ്പനി നെയിം വേണ്ട, എനിക്ക് പകരം കൺട്രി മാത്രം മതി. അതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാം. അഡ്രസ്സ്, സ്റ്റേറ്റ്, ഇമെയിൽ അഡ്രസ്, ഫോൺ നമ്പർ, എന്തെങ്കിലും അഡീഷണൽ സ്പെഷ്യൽ ഡെലിവറിക്ക് സ്പെഷ്യൽ നോട്ട് വേണം. എനിക്ക് ഇപ്പോൾ ഗിഫ്റ്റ് റാപ്പ് ചെയ്യണം. ഇത് ഗിഫ്റ്റ് റാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്ക് എക്സ്ട്രാ ലേയിങ് ചാർജ് വേണം. അപ്പോൾ ടൈൽ ആയതുകൊണ്ട് ഇതിലൊരു നോട്ട് നമ്മൾ എക്സ്ട്രാ വെച്ചു. നമ്മുടെ സൈറ്റിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം അത് ക്ലിക്ക് ചെയ്യാം. അത് നമ്മുടെ എന്തെങ്കിലും ഓഫർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മെയിൽ അയക്കാം. അതിന് നമ്മൾ അവരുടെ നിന്ന് മേടിക്കുന്ന പെർമിഷനാണ് ഈ ഒരു ബോക്സ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലേസ് ഓർഡർ കൊടുക്കുമ്പോൾ പർച്ചേസ് ചെയ്യാം. നമ്മൾ നെയിമൊന്നും വെച്ചിട്ടില്ല. എങ്ങനെ പർച്ചേസ് ചെയ്യണം ഉദ്ദേശിച്ചാൽ, അതോ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എങ്ങനെ അറിയുന്നതാണോ? അല്ല, ആ പ്രൊസീജിയർ എങ്ങനെയായിരിക്കും നമ്മൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കും? ഓക്കെ, ഇങ്ങനെ ആൾ പർച്ചേസ് ചെയ്യുമ്പോൾ സ്ട്രൈറ്റ് നമ്മൾ ഏത് പ്ലഗിൻ വഴിയാണ് അതിന്റെ പേയ്മെന്റ് കൊടുത്തേക്കുന്നത് ആ പ്ലഗിന്റെ പേജിലേക്ക് പോകും. ഇപ്പൊ റേസർ പേ ആണെങ്കിൽ റേസർ പേന്റെ ഒരു സെപ്പറേറ്റ് പേജ് ഉണ്ട്, അങ്ങോട്ട് പോകും. അതിന്റെ അകത്ത് നമ്മൾ ഗൂഗിൾ പേ, വിസ, മാസ്റ്റർ കാർഡ് അതുപോലുള്ള പേജ് ഇട്ട് വരും. ഗൂഗിൾ പേ ചെയ്യുവാണെങ്കിൽ ഗൂഗിൾ പേയിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ലിങ്ക് ചെയ്തേക്കുന്നത്. ഇപ്പോൾ വിസ വഴിയുള്ള പേയ്മെന്റ് ആണെങ്കിലും നമ്മൾ നമ്മുടെ ഒരു അക്കൗണ്ട് ആയിരിക്കും ഈ റേസർ പേയിലേക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്തേക്കുന്നത്. ശരിക്കും ഒരു മന്ത് എൻഡ് ആയാലാണ് നമുക്ക് ആ ഫുൾ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് റിലീസ് ചെയ്ത് വരുള്ളൂ. ഒരു മന്ത് വരെ റേസർ പേ അവരുടെ അക്കൗണ്ടിൽ ആ പൈസ സൂക്ഷിച്ചു വയ്ക്കും. മന്ത് എൻഡിൽ നമ്മൾ ഇന്നൊരു ഡേറ്റ് സെറ്റ് ചെയ്തു, ആ ഡേറ്റ് ആകുമ്പോൾ ആ മാസത്തെ ഫുൾ കളക്ഷൻ നമ്മുടെ അക്കൗണ്ടിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്ത് തരും. ഓക്കെ സർ. സാർ അപ്പൊ അങ്ങനെ വരുന്ന പേയ്മെന്റിന് ടാക്സ് ഒക്കെ ഉണ്ടോ, നമ്മൾ കൊടുക്കണോ? ടാക്സ് ഉണ്ട്, 18% GST വരും. അപ്പൊ നമ്മൾ ടാക്സും കൂടെ ചേർത്തുള്ള എമൗണ്ട് ആണ് ഇതിലേക്ക് ഇടുന്നത്. ഒരു പ്രോഡക്റ്റ് സെല് ചെയ്യുന്ന ടാക്സ് വേണമല്ലോ. അപ്പോൾ 18% GST ആ പ്രോഡക്റ്റിനുണ്ട്. അത് കൂടാണ്ട് ഒരു 1% ഇവർ ചിലപ്പോൾ ചിലർ കമ്മീഷൻ എടുക്കും. ഇപ്പൊ റേസർ പേ കമ്മീഷൻ 0.25% എങ്ങാണ്ട. വേറെ ചിലർ 2% കമ്മീഷൻ മേടിക്കുന്നവരുണ്ട് അവരുടെ സർവീസ് യൂസ് ചെയ്യുന്നതിന്, ഈ പേയ്മെന്റ് സർവീസ് യൂസ് ചെയ്യുന്നതിന്. കാരണം ഈ ബാങ്കിൽ നമ്മൾ API ചുമ്മാ അത് കിട്ടുന്നില്ല, നമ്മൾ API പർച്ചേസ് ചെയ്യുവാണ്. അതുൽ, ശരിക്കും തോമസ് നേരത്തെ ചോദിച്ചത്, ഇപ്പൊ നമ്മളൊരു ഇ കോമേഴ്സ് സൈറ്റ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോ ഞാനൊരു ഇ കോമേഴ്സ് സൈറ്റ് കൺസ്ട്രക്ട് ചെയ്യാണ്. അപ്പോ ഇതിലൂടെ ഞാൻ ഒരുപാട് പ്രോഡക്റ്റ് ഞാൻ ഷോക്കേസ് ചെയ്യുന്നു. അത്രയോ എനിക്ക് അറിയുള്ളൂ, എനിക്ക് ഇതിനെ കുറിച്ച് വേറെ കാര്യങ്ങളൊന്നും കൂടുതൽ അറിയുന്നില്ല. അപ്പോൾ ഒരു കമ്പനി ഡെവലപ്പ് ചെയ്ത് തന്നു എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇ കോമേഴ്സ് സൈറ്റ്സ്, എന്റെ പർപ്പസിനനുസരിച്ചുള്ള ഒരു ഇ കോമേഴ്സ് സൈറ്റ് ഡെവലപ്പ് ചെയ്ത് തന്നു. അപ്പൊ ഇത് ലൈവായി വർക്ക് ചെയ്യുമ്പോൾ ഒരു യൂസറുടെ പോയിന്റ് ഓഫ് വ്യൂ, യൂസർ എന്ത് ചെയ്യുന്നു, ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു, അവന്റേതായിട്ടുള്ള ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ GPay വഴിയോ എന്ത് ചെയ്യുന്നു, പേയ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അവനൊരു ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തതിന്റെ ഹിസ്റ്ററിയും അല്ലെങ്കിൽ എന്താണ് പറയുക എല്ലാ കാര്യങ്ങളൊക്കെ അവന് കിട്ടുന്നു, അത്രേ ഉള്ളൂ. ഇനി തോമസിന് അറിയേണ്ടത്, ഇപ്പൊ ഒരു യൂസറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് എന്റെ സൈറ്റിലുള്ള ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞു വെച്ചാൽ, അപ്പൊ ഈ അമൗണ്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ട്രാൻസാക്ട് ചെയ്ത് എന്റെ സൈറ്റാണല്ലോ, എനിക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്. ഇനി ഇൻ കേസ് എന്തെങ്കിലും പ്രോബ്ലംസ് വരികയാണെന്ന് വെച്ചാൽ, ഈ ക്യാഷ് നമുക്ക് ട്രാൻസാക്ഷൻ നടന്നില്ല, ബട്ട് എന്തെങ്കിലും പ്രോബ്ലം വന്ന് ട്രാൻസാക്ഷൻ നടന്നില്ല, ബട്ട് ഒരു യൂസറുടെ സൈഡ് പോയിന്റ് ഓഫ് വ്യൂ അവനാണ് വെച്ചാൽ ക്യാഷ് അവന്റെ അക്കൗണ്ടിൽ നിന്ന് പോയി, എനിക്കാണ് വെച്ചാൽ കിട്ടുകയും ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിന്റെ ബാക്ക് എൻഡിൽ നടക്കുന്നത്, അപ്പൊ ഞാനും ഈ ബാങ്കും തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്ത് കിടക്കുന്നത് എന്നുള്ള പ്രോസസ്സാണ് ചോദിച്ചത്. അപ്പൊ അത് എനിക്കൊന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതിപ്പോ പറഞ്ഞ പോലെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് എന്ത് ചെയ്തിരിക്കും, ഈ കാണുന്ന ഇ കോമേഴ്സ് സൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള യൂസ് ചെയ്യുന്ന പ്ലഗിനിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. റെസിപ്പി കാണിച്ചെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്ത് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഓരോരോ ട്രാൻസാക്ഷനും നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓരോ ട്രാൻസാക്ഷനും നമുക്ക് കിട്ടുന്ന ഒരു പ്രോഡക്റ്റിന്റെ പെർസെന്റേജ്, പർട്ടിക്കുലർ പെർസെന്റേജ് ഒരു ട്രാൻസാക്ഷന്റെ ലെവലിന്
അവരുടെ ഒരു ചാർജ് ആയിട്ട്, സർവീസ് ചാർജ് ആയിട്ട് ഈടാക്കുന്നത്? റേസപ്പേന്റെ 0.25% ആണ് അവരുടെ സർവീസ് ചാർജ്. ശരിക്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്ന വേറെ ആൾക്കാരുണ്ട്. ബട്ട് റേസപ്പ് നമുക്ക് കുറച്ചുകൂടെ ട്രസ്റ്റബിൾ ഒരു ഇതാണ്. ഓക്കെ, അപ്പൊ ഈ ഫ്രീ ആയിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് എന്താ ബെനിഫിറ്റ് അല്ലേ? ബേസിക്കലി കുറെ ആഡ്സ് അവരുടെയും കയറി വരും. ഓഹോ. അപ്പൊ അവർ ആ വരുന്ന ആഡ്സിൽ നിന്ന് അവര് റവന്യൂ ജനറേറ്റ് ചെയ്യും. ഓക്കെ. ഇപ്പൊ കുറെ പോപ്പ് ആഡ്സ് ഒക്കെ ഇരുന്ന നമുക്കും നമ്മുടെ സൈഡിലും അതൊരു മോശം ഇതാണ്, അതുപോലെ ആഡ് കയറി വരുന്നത്. നമ്മള് കുറച്ചുകൂടെ റേസപ്പേ അതുപോലെയുള്ള ആൾക്കാരെ പ്രിഫർ ചെയ്യും. അപ്പോൾ റേസപ്പേ ആണെങ്കിലും അവർ 0.25 കൊടുക്കുന്നതിലും അവര് അവരുടെ സ്വന്തം മാർക്കറ്റിംഗ് അത് ചെയ്യുന്നുണ്ട്. റേസപ്പേയുടെ പേജിൽ എത്തുമ്പോൾ ടോപ്പിൽ തന്നെ റേസർ പേ എന്നും പറഞ്ഞായിരിക്കും ആ പേജ് വരുന്നത്, ഇല്ലാണ്ട് നമ്മുടെ പേരായിരിക്കില്ല അവിടെ. അവർക്കും അതൊരു മാർക്കറ്റിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഈ കാണുന്ന ഫ്ലിപ്കാർട്ട് ഇങ്ങനത്തെ കമ്പനീസ് ഒക്കെ ഇതുപോലത്തെ തേർഡ് പാർട്ടി പ്ലഗിൻ യൂസ് ചെയ്ത് അവർ അവരുടേതായിട്ടുള്ള പേയ്മെന്റ് ഗേറ്റ്വേ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ബാങ്കിന് API നമുക്ക് പർച്ചേസ് ചെയ്യാം. ഇപ്പൊ എനിക്ക് ഫെഡറൽ ബാങ്കിന്റെ ഒരു API വേണം. ഞാൻ ഫെഡറൽ ബാങ്കിൽ പോയിട്ട് API വേണം. എന്നിട്ട് ആ APIക്ക് നമ്മളൊരു പേയ്മെന്റ് കൊടുക്കണം അത് പർച്ചേസ് ചെയ്യാനായിട്ട്. API എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് ആണ് API. അതിന്റെ പേയ്മെന്റ് എങ്ങനെ, മന്ത്ലി ആണോ ആനുവൽ ആണോ? ആനുവൽ നമ്മൾ ആ API കൊടുക്കുന്ന ആനുവൽ ആണ്. ആനുവൽ ആയിരിക്കും. ബേസിക്കലി എല്ലാവരും ഈ തേർഡ് പാർട്ടി സർവീസ് യൂസ് ചെയ്യാറ്, കാരണം നമുക്കത് ചീപ്പാണ്. അല്ലെങ്കിൽ വല്ല ആമസോണും ഫ്ലിപ്കാർട്ടും അതുപോലത്തെ ബിഗ് ഷോട്ട്സ് മാത്രമേ മറ്റേ API ഡയറക്റ്റ് ബാങ്കിൽ നിന്ന് പർച്ചേസ് ചെയ്യുള്ളൂ. നമുക്കൊക്കെ ഈ തേർഡ് പാർട്ടി സർവീസ് തന്നെ ജസ്റ്റ് അവരുടെ ഒരു മാർക്കറ്റിംഗ് ഉണ്ട് എന്നല്ലാണ്ട് വേറെ ദോഷം അതിൻ്റെ അകത്തില്ല. ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സാർ ഇപ്പൊ എനിക്ക് അതുൽ സാറിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന എങ്ങനെ, ഇമെയിലോ എന്തുണ്ടോ? അതിൽ എൻ്റെ അത് സെഷൻ ആളിനെ കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് പറയും കേട്ടോ. അതിൽ കൊടുക്കുന്നോണ്ട് വിരോധമില്ലല്ലോ? ഇല്ല. ഓക്കെ, ഇതാ എന്റെ നമ്പർ. അലൻ നോട്ട് ചെയ്തോ? സാറേ എവിടെ കണ്ടിട്ടില്ല. 8848802370. ഓക്കെ. അപ്പൊ ഈ തോമസും അലനും മാത്രമേ ഉള്ളൂ ഡൗട്ട് ആയിട്ട്? അശ്വിനൊക്കെ എവിടെ? അശ്വിൻ ഗേൾസിന്റെ സൈഡിനൊന്നുമില്ലേ? ഡൗട്ട് ഒന്നുമില്ലേ? യെസ്, എനിക്ക് ചോദിക്കാനായിട്ടൊന്നുണ്ടായില്ല. ഞാൻ ചോദിക്കാൻ വന്ന തന്നെയാണ് തോമസും ചോദിച്ചത്. ഓക്കെ, എങ്ങനെയാണ് അതിന്റെ പ്രോസസ്? അതെ. ട്രാൻസാക്ഷൻ. ഹലോ, ഗേൾസിന്റെ സൈഡിൽ നിന്ന് ആരുമില്ലേ? ബാലു ആണോ? എനിക്ക് ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നുണ്ടോ അറിയത്? എനിക്ക് റേഞ്ച് കുറവാണ്. ബാലു ആണെന്ന് തോന്നുന്നു, ശബ്ദം കുറവാ കുറച്ച്. റേഞ്ച് കുറവാ. നീ പറഞ്ഞോ. ഇപ്പം അതുൽ സാർ ഒരു എന്റർപ്രണർ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം ആ ഒരു ലെവലിലേക്ക് ഒരു നമ്മളിപ്പോ ഒരു പഠിത്തം കഴിഞ്ഞു. അപ്പൊ ആ ഒരു ലെവലിലേക്ക് നമ്മൾ ആ ഇതിലേക്ക് ഇറങ്ങാൻ എന്താ അതിന്റെ ഒരു സ്റ്റെപ്പ്, അല്ലെങ്കിൽ സ്റ്റെപ്പ് അല്ല, എങ്ങനെയാണ് നമ്മൾ അതിലേക്ക് എത്തേണ്ടത്? ഓക്കെ, ഫസ്റ്റ് തന്നെ ഏതൊരു കമ്പനി കയറി ഒരു എക്സ്പീരിയൻസും ഒരു കമ്പനിയുടെ റണ്ണിങ് എങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത് നമുക്ക് നല്ലതാണ്. കാരണം ഒരു കമ്പനിയിൽ അക്കൗണ്ട് സെക്ഷൻ എങ്ങനെയാണ് റൺ ചെയ്യുന്നത്, ഒരു HR സെക്ഷൻ എങ്ങനെയാണ് റൺ ചെയ്യുന്നത്, അതുപോലെ നമ്മൾ എല്ലാ സെക്ഷനും ബേസിക്കലി പഠിച്ചിരിക്കുന്നത് നമുക്ക് നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ പറ്റിക്കാൻ വേറൊരാൾക്ക് പറ്റില്ല. നമ്മുടെ സ്വന്തം കമ്പനി ഇരിക്കുന്ന ആൾക്കാണെങ്കിൽ പോലും നമ്മളെ പറ്റിക്കാൻ അവർക്ക് പറ്റില്ല. കാരണം നമുക്ക് ഇത് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ റണ്ണിങ് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അപ്പൊ ബേസിക്കലി നമ്മളൊരു കമ്പനി കയറി അതിന്റെ സ്ട്രക്ചർ എല്ലാം പഠിച്ചിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാണ് നല്ലത്. Anyone else? ഗേൾസ് ആരും ഇല്ലേ ഇതിനകത്ത്? ടെൻസി,
ഗ്ലോറിയ, മാളവിക. ഹലോ ഹലോ സാർ. ഓക്കെ സാർ, ഇപ്പൊ പറഞ്ഞില്ലേ നമ്മളിപ്പോ ഒരു സൈറ്റ് ബിൽഡ് ചെയ്യില്ലേ, ആ അപ്പം നമ്മൾ അവർക്ക് എങ്ങനെയാ പേയ്മെന്റ് ചെയ്യാ? അതോ നമുക്കത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ അവരെ ആക്സസ് ചെയ്ത് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുമോ? എങ്ങനെ മനസ്സിലായില്ല? ഇപ്പൊ നമ്മളിപ്പം ഒരു സൈറ്റ് ബിൽഡ് ചെയ്യില്ലേ, ഇപ്പൊ ഷോപ്പിഫൈ എന്ന് പറയുന്ന ഒരു സൈറ്റിലൂടെ യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോ ഒരു സൈറ്റ് ബിൽഡ് ചെയ്യില്ലേ, ഓക്കെ. അപ്പൊ നമ്മൾ അവർക്ക് നമ്മൾ പേയ്മെന്റ് വല്ലതും, അപ്പൊ അവർക്ക് നമ്മൾ എങ്ങനെയാ പേയ്മെന്റ് ചെയ്യണ്ടേ? സൈറ്റ് ബിൽഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അതോ? ആ നമ്മൾ യൂസ് ചെയ്യുന്ന സൈറ്റ് ഇല്ലേ, ഓക്കെ. ആ സൈറ്റിന് അതിപ്പോ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റുമോ അതോ എങ്ങനെയാണ്? സൈറ്റ് യൂസ് ചെയ്യാൻ വല്ല കോസ്റ്റ് ഒന്നുമില്ല. ഡൊമൈൻ നെയിമിന് ഒരു ചാർജ് ഉണ്ട്, ഹോസ്റ്റിംഗിന് ഒരു വേറെ സെപ്പറേറ്റ് പേയ്മെന്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. ഇത് മാത്രമേ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങുന്നുള്ളൂ. ഡൊമൈൻ നെയിം പെർ ഇയർ ഒരു 1000 രൂപ ആ റേഞ്ച് കിട്ടും. ഹോസ്റ്റിംഗ് മാത്രം നമുക്ക് കുറച്ച് എക്സ്പെൻസീവ് ആണ്, ബട്ട് അതും ഫ്രീ ഹോസ്റ്റിംഗ് ഏതിലൊക്കെ സർവീസസ് അവൈലബിളും ഉണ്ട്. ഓക്കെ സർ. ഓക്കെ, താങ്ക് യു സർ. അതുൽ. സർ. ഇപ്പൊ ഗ്ലോറിയ ചോദിച്ചത് ശരിക്കും നമ്മളിപ്പോ ഒരു സൈറ്റ് ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊടുക്കാൻ വരും. ഇപ്പൊ നമുക്ക് ഇപ്പൊ വേർഡ് പ്രസ് ആണെങ്കിൽ അത് ഫ്രീ ആണ്, നമുക്ക് എടുത്ത് യൂസ് ചെയ്യാം. ഫ്രീ ആയിട്ടുള്ള തീംസും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെയാണ് ഒരു കമ്പനിയുടെ അങ്ങനത്തെ ഒരു ഇ കൊമേഴ്സ് സൈറ്റ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എത്രത്തോളം കോസ്റ്റ് വേണ്ടി വരും എന്നാണ് പുള്ളിയായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഡൊമൈൻ നെയിം, അതുപോലെ തന്നെ സർവർ സ്പേസ്, പിന്നെ ആ ഒരു ഡിസൈൻ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക, അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മൊത്തം എത്ര? ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പോ അതുൽ ചെയ്ത ഒരു സൈറ്റ് കാണിച്ചു തരുന്നില്ലേ, കിഡ്സിന് വേണ്ടിയിട്ടുള്ള അപ്പാരൽസ് ഒക്കെ സെയിൽ ചെയ്യുന്ന. അപ്പൊ ആ ഒരു സൈറ്റ് തന്നെ ഇ കോമേഴ്സ് സൈറ്റ് ആണ്. അതിന്റെ ഡിസൈൻസും വേർഡ് പ്രസ് വഴിയാണോ ഷോപ്പിഫൈ വഴിയാണ് ചെയ്ത് കൊടുക്കുന്നത് അല്ലേ? അത് ഷോപ്പിഫൈ ആയിരുന്നു. ഷോപ്പിഫൈ ആയിരുന്നു. അപ്പൊ അത് ഇ കോമേഴ്സ് സൈറ്റ് ആണ്. അപ്പൊ ആ പർട്ടിക്കുലർ കമ്പനിക്ക് വേണ്ടിയിട്ട് അതുൽ എത്രത്തോളം ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു, എത്ര കോസ്റ്റ് ആണ് വേണ്ടി വന്നിട്ടുണ്ടാവും ആ കമ്പനിക്ക് ആ ഒരു സൈറ്റ്, അങ്ങനത്തെ ഒരു ഇ കോമേഴ്സ് സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്? അത് ഓൾമോസ്റ്റ് 2 lakhs അതിന് വേണ്ടി നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഗ്ലോറിയ, ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ സർ, ക്ലിയർ ആയി. അതിൽ നമ്മൾ 75,000 നമ്മൾ ഡെവലപ്മെന്റ് ചാർജ് ആയിട്ടും ബാക്കി നമ്മൾ ഷോപ്പിഫൈ പ്ലാനിന് വേണ്ടിയിട്ടുമാണ് എക്സ്പെൻസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അവരുടെ മാർക്കറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? അതെ. ഓക്കെ. അത് മൊബൈൽ ബേസ്ഡ് ആണോ? റെസ്പോൺസീവ് സൈറ്റ് ആണ് എല്ലാം. ഓക്കെ. ഓക്കെ. അപ്പൊ നിയർലി ഒരു 2 lakhs വരുന്നുണ്ട് ഒരു ഇ കോമേഴ്സ് സൈറ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ. സ്റ്റാർട്ടിങ് 60,000 തുടങ്ങി നമ്മൾ ഇ കോമേഴ്സ് സൈറ്റ് ചെയ്യുന്നുണ്ട്. അതായത് വൂക്കോമേഴ്സ് ഒക്കെയാണ് നമുക്ക് ഇത്രയും എക്സ്പെൻസീവ് അല്ല, കാരണം വൂക്കോമേഴ്സ് ഫ്രീ ആണ്, ഷോപ്പിഫൈ ആണ് നമ്മൾ പേയ്മെന്റ് കൊടുക്കണം ഡെവലപ്പ് ചെയ്യാനായിട്ട്. ഷോപ്പിഫൈയിലാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഹോസ്റ്റിംഗും പർച്ചേസ് ചെയ്യേണ്ട, ഡൊമൈൻ നെയിം മാത്രം മതി. ഹോസ്റ്റിംഗ് ഷോപ്പിഫൈന്റെ അകത്താണ്. പക്ഷേ വൂക്കോമേഴ്സ് പറയുന്നത് നമ്മൾ സെപ്പറേറ്റ് ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യണം, ഡാറ്റാബേസ് ഒരെണ്ണം വേണം. അപ്പോൾ അത് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മള് ചെറിയ ഡാറ്റാബേസ് ഒക്കെയാണ് നമുക്ക് വൂക്കോമേഴ്സ് നല്ലതാണ്. ഒത്തിരി വലിയ കമ്പനീസ് വരുമ്പോഴാണ് നമ്മൾ ഈ ഷോപ്പിഫൈ കൊടുക്കുന്നത്. മാളവിക, ഒരു മിനിറ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ. സ്റ്റുഡൻസ്, നമ്മുടെ ഫീഡ്ബാക്ക് ഫോം അവൈലബിൾ ആണ് ചാറ്റ് ബോക്സിൽ. അപ്പൊ എല്ലാവരും ഫില്ല് ചെയ്യുക. അറിയാം നിങ്ങൾക്ക് നമ്മുടെ ഫീഡ്ബാക്ക് കമ്പൽസറി ഫില്ല് ചെയ്യണം. ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന 72 മെമ്പേഴ്സ് ആണ് കാണിക്കുന്നത്. 72 പേരും ഒന്ന് ടൈം കിട്ടുന്നതിനിടയ്ക്ക് ഒന്ന് ഫില്ല് ചെയ്തേക്കും കേട്ടോ. കാണാൻ പറ്റുന്നില്ല എല്ലാവർക്കും? ഫീഡ്ബാക്ക് ഫോം ചാറ്റ് ബോക്സിൽ അവൈലബിൾ ആണ്. ഹലോ. ഓക്കെ സർ, ചെയ്യാം. ഓക്കെ. മാളവിക ചോദിച്ചോളൂ. സർ, ആസ് എ ബിഗിനർ ആകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കംഫർട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതാണ്? വേർഡ് പ്രസും വൂക്കോമേഴ്സും. ബേസിക് നമുക്ക് കോഡിംഗ് നോളജ് പോലും ബേസിക് നോളജ് മാത്രം മതി ഈ രണ്ട് പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യാനായിട്ട്. സർ, ഒന്നും കൂടി ഒന്ന് പറയാമോ? വേർഡ് പ്രസും വൂക്കോമേഴ്സ്.
പിന്നെ നമ്മൾ ഏതൊരു പ്ലാറ്റ്ഫോം ആണെങ്കിലും നമ്മൾ ബേസിക് ആയിട്ട് നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വിഷ്വൽ ഡിസൈനിന്റെ കീ കോൺസെപ്റ്റിനെ കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. പിന്നെ HTML-ന്റെയും CSS-ന്റെയും ഒരു ബേസിക് നോളജ് ഉണ്ടാവണം. പിന്നെ യൂസർ എക്സ്പീരിയൻസ് അതിൻ്റെയും ഒരു ഫണ്ടമെന്റൽ നോളജും, പിന്നെ ഒരു യൂസർ ഡിസൈൻ, അതായത് നമ്മൾ പല സൈറ്റ് റെഫർ ചെയ്ത് അതിൻ്റെയൊക്കെ ഒരു യൂസർ ഇന്റർഫേസ് നമ്മളൊന്ന് ഫെമിലറൈസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നോയിസ് അതിലുള്ള സൈറ്റെല്ലാം കയറിയിട്ട് അതിൻ്റെയൊക്കെ ഒരു UI എങ്ങനെയാണ് നമ്മളൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അത് കഴിഞ്ഞാണ് നമ്മളൊരു ലേ ഔട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കുറച്ചുകൂടെ വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പോഗ്രഫി, നമ്മുടെ സൈറ്റിൽ എന്തൊക്കെ ടൈപ്പ് ഫോണ്ട് യൂസ് ചെയ്യണം, ഹെഡിങ്ങിന് എന്ത് ഫോണ്ട് സെലക്ട് ചെയ്യണം, ഇതെല്ലാം നമുക്ക് ഒരു സൈറ്റിലെ ഡിസൈനിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അതുൽ എന്റെ സൈഡിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കൂടി. ഓക്കെ, അപ്പൊ അതുൽ ഇപ്പോ ലാസ്റ്റ് വർക്ക് ചെയ്തത്, അതായത് നമ്മളിപ്പോ ഈ ഓൺടർപ്രണർ ആയിട്ട് മാറുന്നതിന്റെ മുമ്പ് ഒരു ഡിസൈനർ ആയിട്ട് വർക്ക് ചെയ്തായിരുന്നു അല്ലെ, UI ഡിസൈൻസ് കമ്പനിയിൽ. ഓക്കെ, അപ്പൊ അക്കോർഡിംഗ് ടു യുവർ നോളേജ് അല്ലെങ്കിൽ അതുലിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഹൗ ഡു യു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ UI ആൻഡ് UX? യൂസർ ഇന്റർഫേസ് നമ്മൾ ബേസിക്കലി നമ്മൾ സ്റ്റാറ്റിക് ആയിട്ട് കാണുന്ന ആ ഡിസൈൻ ഫുള്ള് നമ്മൾ യൂസർ ഇന്റർഫേസ് ആയിട്ട് നമ്മൾ ചെയ്യും. യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആ സൈറ്റിലുള്ള ട്രാൻസിഷൻസ് നമ്മുടെ യൂസർ എക്സ്പീരിയൻസ് ആണത്. നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് നോക്കുക എങ്ങനെയൊക്കെ ഫ്രണ്ട്ലി ആണ്, എത്രത്തോളം ഫ്രണ്ട്ലി ആണ് അത്. ഇപ്പോൾ ബേസിക്കലി നല്ലൊരു UIയും നല്ല കുറച്ച് ട്രാൻസാക്ഷൻസും ആനിമേഷൻസും കൊടുത്താൽ നല്ലൊരു UXും ബിൽഡ് ചെയ്ത് അതുപോലെ. Okay. Anyone else? പറഞ്ഞോളൂ. Sir, what make you want to become a web designer? Santosh sir. I mean, he who taught me WordPress after school hours, college hours. Yeah. I'm just planning to start it. Already we have scheduled. College okay, last. സാറിന്റെ WordPress ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അതെ. മാളവികയാണോ ചോദിച്ചു, ഫസാനയാണോ ചോദിച്ചു? സാർ ഞാനാ. ഓക്കെ. ചോദിച്ചോ. ഹലോ. Yes. Sir, what make you to become a web designer? Atul, for you. ഓക്കെ, അങ്ങനെ ചോദിച്ചാ ബേസിക്കലി പറയാനൊന്നുമില്ല അതിന്. ബേസിക്കലി നമുക്കൊരു ഇതിലൊരു സ്കിൽ ഉണ്ട് എന്ന് തോന്നി, അപ്പൊ ഇത് തന്നെ ഫോക്കസ് ചെയ്തു. നമ്മൾ ചെയ്ത കുറച്ച് വർക്കെല്ലാം ഓഫീസിൽ ഉള്ളവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെയുള്ള ഇത് ചെയ്തപ്പോൾ നമ്മൾക്ക് ഗ്രാഫിക് ഡിസൈനേക്കാളും കുറച്ചുകൂടെ നല്ല സ്കോപ്പും എല്ലാം ഇതിലുണ്ടെന്ന് നമുക്ക് തോന്നി. അപ്പോൾ നമ്മൾ വെബ് ഡിസൈൻ തന്നെ ഫോക്കസ് ചെയ്തു. ഓക്കെ സർ. പിന്നെ ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഭയങ്കര വാസ്റ്റ് ആണ്. പഠിക്കാൻ ഒരിക്കലും പഠിച്ചു തീരില്ലാത്ത രീതിയിലുള്ള നമുക്ക് പഠിക്കാൻ ഇഷ്ടം പോലെ ഇനിയും വേണ്ട ഇതിൻ്റെ അകത്ത്. അഫ്കോഴ്സ്, അതുമല്ലാതെ ടെക്നോളജി മാറുന്തോറും പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട്. അതെല്ലാം അഡോപ്റ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, കൊണ്ടുപോകണം. എന്നാൽ മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. Okay, sir. Yeah. Anyone else? ഇല്ല സർ. Okay, അതുലിന്റെ പ്രസന്റേഷൻ കഴിഞ്ഞോ? ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇല്ല, കഴിഞ്ഞു. അപ്പൊ നമുക്കെന്നാ വൈൻഡ് അപ്പ് ചെയ്താലോ അതുൽ? ചോദിക്കാൻ ആരുമില്ല. ഓക്കെ. അപ്പൊ അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സെഷൻ എൻഡ് ഓഫ് ദി മൊമെന്റിലേക്ക് കണ്ടുകൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ മാളവിക ഔട്ട് ഓഫ് സയൻസ് പറയാൻ വേണ്ടിട്ട് ഞാൻ മാളവികനെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യുന്നു. ഓക്കെ. ഗുഡ് മോർണിംഗ്. നമ്മുടെ കോളേജിന്റെ നേതൃത്വത്തിൽ ഇന്ന് നടത്തപ്പെട്ട ഇൻസ്റ്റന്റ് വെബ് ഡിസൈൻ പ്ലാറ്റ്ഫോം വെബിനാർ ക്ലാസ് ഏറ്റെടുക്കുകയും നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയും എല്ലാ ഡൗട്ടിനും വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ നൽകുകയും ചെയ്ത് നമ്മുടെ സീനിയറും ആയ നമ്മുടെ
ഓൾപോഡ് ഡയറക്ടറുമായ അതുൽ സാറിന് ഈ വെബിനാർ സെഷനിൽ അറ്റൻഡ് ചെയ്ത എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതിനോടൊപ്പം നമുക്ക് ഈ അവസരം നൽകിയതിനാൽ നമ്മുടെ HOD ആയ ആർ.കെ. സാറിനും സന്തോഷ് സാറിനും മറ്റ് ഫാക്കൽറ്റീസിനും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. Okay, thank you, Malavika. And Atul, from my side, personal thanks to you on behalf of our company, means college, and from my side. എന്തായാലും നല്ലൊരു സെഷൻ ആയിരുന്നു. കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി നമ്മൾ കുട്ടികൾക്ക് അറിയാൻ സാധിച്ചെങ്കിൽ നല്ലതായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം വേർഡ്പ്രസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉണ്ട് എന്നുള്ളതും ഇ-കോമേഴ്സ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നോട്ട് ഓൺലി വേർഡ്പ്രസ് എന്ന് പറയുന്ന ഫ്രെയിംവർക്ക് മാത്രം മതിയാവില്ല, വേറെ കുറച്ച് കാര്യങ്ങളും ലൈക്ക് വുക്കമേഴ്സ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഷോപ്പിഫൈ പ്ലാറ്റ്ഫോം, ഇതൊക്കെ നമുക്ക് ഒരു ഐഡിയ തുടക്കം കുറിച്ചാണ് വളരെ നന്ദിയുണ്ട്. കാരണം ഈ ഒരു ഏത് കരിയർ ആണെങ്കിലും ഏതൊരു കോൺസെപ്റ്റ് ആണെങ്കിലും അതിൻ്റെ ഒരു ത്രെഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ നിലയ്ക്ക് നമുക്ക് ഈ ഒരു വെബിനാർ സെഷൻ നമുക്കൊന്ന് ട്രീറ്റ് ചെയ്യാം. അപ്പൊ ഇതിനൊപ്പം തന്നെ കുറച്ച് പേർക്ക് ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വയറീസ് ഉണ്ടായിരുന്നു. ആ ക്വയറീസ് ഒക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് തന്നതിനും വളരെയധികം നന്ദിയുണ്ട്. അപ്പൊ ഇനി അടുത്ത ഇതുപോലെ തന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട്, കാരണം ഈ ഒരു 1 hour ഇപ്പോൾ 2 സെമസ്റ്റർ ആയിട്ട് അല്ലെങ്കിൽ 1 സെമസ്റ്റർ ആയിട്ട് തീർക്കേണ്ട കുറെ കാര്യങ്ങൾ വളരെ ഫണ്ടമെന്റൽ ആയിട്ട് ബേസിക് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് അതുൽ ഇപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് തന്നത്. അപ്പൊ ഇവിടെ ശരിക്കും നിങ്ങൾ തന്നെ വർക്ക്ഷോപ്പ് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ല, അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, നിലവിൽ അവൈലബിൾ ആണ്, ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു പേജ് അല്ല, ഒരു വെബ്സൈറ്റ് തന്നെ നമുക്ക് entirely from scratch itself we can construct എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അതിന്റെ ഈ ഒരു മെയിൻ ആയിട്ടുള്ള ഈ ഒരു സെഷന്റെ ഒബ്ജക്റ്റീവ് തന്നെ. അപ്പൊ അത് അത്രയും നല്ല രീതിയിൽ തന്നെയാണ് അതിൽ ചെയ്തു തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ സൈഡിൽ നിന്ന് അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. ആരൊക്കെയാണ് വെബ് എന്ന് പറയുന്ന ഒരു മീഡിയനെ, ഇന്റർനെറ്റ് മീഡിയനെ ഫോക്കസ് ചെയ്ത് കരിയർ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് അറിയാനും കൂടുതൽ പഠിക്കാനും താല്പര്യം കാണിക്കും. ഓക്കെ, അപ്പോ ഹോപ്പ് നമ്മുടെ ഇന്നത്തെ സെഷൻ നല്ല രീതിയിൽ തന്നെ എൻഡ് അപ്പ് ആയിട്ടുണ്ട്. അതുൽ, വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ആൻഡ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ സ്റ്റുഡൻസിനും എന്റെ സൈഡിലുള്ള നന്ദി രേഖപ്പെടുത്തും. അപ്പൊ എല്ലാവരും മറക്കാതെ നമ്മുടെ ഫീഡ്ബാക്ക് ഫോം ഫില്ല് ചെയ്തോളൂ. ഫീഡ്ബാക്ക് ഫോം ഫില്ല് ചെയ്തെങ്കിലേ അറ്റൻഡൻസ് സ്റ്റോർ ആവുള്ളൂ. ഓക്കെ, അതിനോടൊപ്പം തന്നെ ഫീഡ്ബാക്ക് പ്രോപ്പർ ആയിട്ട് ഫില്ല് ചെയ്യുക. സോ ഫാർ ഇൻ ഫ്യൂച്ചർ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കരിയർ ഓറിയന്റഡ് ആയിട്ട് എന്തെങ്കിലും കണ്ടന്റ് ആവശ്യമുണ്ടെങ്കിൽ അതിലൂടെയൊക്കെ ഡെലിവറി ചെയ്യാം. അതിന്റെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിനെ കുറിച്ചും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഓക്കെ, then thank you so much, Atul. Thank you. Okay, sir. Okay.